വെള്ളപ്പൊക്കം എന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് പെട്ടെന്ന് പൊങ്ങുന്നതും രണ്ടും മുല്ലപ്പെരിയാറിലാണ്. ഡാമിൻ്റെ ഫേസിൽ പണിതിരുന്ന കല്ല് കാണുന്നില്ല, പോയി. അങ്ങനെ ഉണ്ടായ ഹള്ളിനകത്തേക്ക് ഡാം ഓടിച്ചു വരുന്ന ബോട്ട് കയറും. ഞാൻ ചെല്ലുമ്പോൾ 78 സ്ഥലത്ത് വെള്ളം ലീക്ക് ചെയ്യും. ഇത്രയും വെള്ളമില്ല, വെള്ളം ഒന്ന് തള്ളിയേ വരുന്നു. ടൂറിസം കൊണ്ടാണ് കുമളി വളർന്നിരിക്കുകയല്ലേ. ഡാം പൊട്ടിയാൽ ഇതുണ്ടാവുമോ? കുമളി ഇല്ലാതാവില്ലേ? കുമളി ഇല്ലാതാകാൻ കുമളിയിൽ നിന്ന് ഒരു പട്ടണം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ പറയേണ്ടി വരും. ഇടുക്കി നമുക്ക് വാസ്തവത്തിൽ നഷ്ടമാണ്. നഷ്ടമെന്ന് വെച്ചാൽ ഭൂലോക നഷ്ടമാണ്. കേരളത്തിലോട് ചതിയേ ഉള്ളൂ തമിഴ്നാട് ചെയ്യുന്നത്. അത് ചോദിക്കാൻ ഇവിടെ ഒരു നട്ടലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടേ? സാറിങ്ങനെ വിവാദമായ കാര്യങ്ങളൊക്കെ എഴുതിയപ്പോഴേ പേടിയുണ്ടായിരുന്നു? പേടിയേ ഇല്ല, അങ്ങനൊരു കാര്യമില്ല. നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏക കാഴ്ച ദുരന്തം. ദേശം പാലത്തിൻ്റെയും മാർത്താണ്ഡമ പാലത്തിൻ്റെയും മുകളിൽ 12 അടി വെള്ളത്തിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഇങ്ങനെ ഒഴുകി വലിച്ചു കിടക്കുന്ന കാണാം. നമസ്കാരം. മുല്ലപ്പെരിയാർ എപ്പോഴും മലയാളികൾക്കൊരു പേടി സ്വപ്നമാണ്. ഏത് സമയവും അത് പൊട്ടാമെന്നുള്ളൊരു ഭീതിയാണ് എല്ലാവർക്കും ഉള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കരിങ്കുന്നം രാമചന്ദ്രൻ സാറിൻ്റെ വീട്ടിലാണ്. അദ്ദേഹം ഏറെ നാളായി KSEBയിൽ ഈ ഡാമിൻ്റെയൊക്കെ ചുമതല നോക്കിയിരുന്ന എഞ്ചിനീയറാണ്. അദ്ദേഹം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടാണ് വിരമിച്ചത്. 31.5 വർഷക്കാലമാണ് KSEBയ്ക്ക് വേണ്ടി അദ്ദേഹം ജോലി ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണ്. അദ്ദേഹത്തിന് മുല്ലപ്പെരിയാറിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ചില ഞെട്ടിക്കുന്ന സത്യങ്ങളുമുണ്ട്. നമ്മൾ മലയാളികൾ ആരും കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. എന്തൊക്കെയാണ് ആ വിവരങ്ങളെന്ന് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. അദ്ദേഹം 30ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഡാമുകളെ പറ്റിയിട്ടും പരിസ്ഥിതിയെ പറ്റിയിട്ടും ആധ്യാത്മികമായും ഒക്കെയുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുമുള്ളത്. എന്തായാലും അദ്ദേഹം ഒരു നാടക നടൻ കൂടിയാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി അറിയാവുന്നത്. ആരും കേട്ടിട്ടില്ലാത്ത ആ സത്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. നമസ്കാരം സാറേ. നമസ്കാരം. പറയാം സാറേ, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ചുമതല ഉണ്ടായിരുന്നു താങ്കൾ കുറച്ചു കാലം. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി താങ്കൾക്ക് അറിയാവുന്നത്? നമ്മുടെ വാർത്താ മാധ്യമങ്ങളും നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തികളും പറയുന്ന വിഷയം അനുസരിച്ച് 7-8 വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലൊന്നും ആരും പ്രമുഖമായ വിഷയം കാണുന്നില്ല. ഒന്ന്, ഭൂചലനം. പറയാണ് അപകട കാര്യങ്ങളാണ് പറയുന്നത്. ഭൂചലനം ഉണ്ടെന്നുള്ളത് ആരും റെക്കോർഡ് ചെയ്യുന്നില്ല, ആരും പറയുന്നില്ല, വാർത്ത വരുന്നില്ല. ഭൂചലനം നടക്കുന്നത് ഒരാണ്ടിൽ ഒരു 70-75 എണ്ണം ഉണ്ടാവും. ഈ 75 എണ്ണത്തിൽ ഒന്ന് 3.6 എന്നാണ് സാധാരണ മീറ്റർ അതിൻ്റെ റീഡിങ്ങിൽ വരുന്നത്. 3.6 മുകളിൽ 4.5 വന്നാൽ ഇത് പോക്കാം. ഞങ്ങൾ പറയുന്നതാണ്, അതാണ് ഞാൻ എഴുതിയിരിക്കുന്ന പുസ്തകത്തിലുണ്ട്. അപ്പോൾ അത്രയും വന്നിട്ട് ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുക, അത് വരാൻ നോക്കിയിരിക്കുകയാണ്. പക്ഷേ അത് എപ്പോൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് അത് അപകടമാണെന്ന് ഒന്ന്. രണ്ടാമത്തത്, ഈ ഡാമിൻ്റെ ചുറ്റും മറ്റു ഡാമോ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നുമില്ല. ഇത് പണ്ട് കാലത്ത് 100 കൊല്ലം മുമ്പ് പണിതത് കൊണ്ട് പരിസ്ഥിതി നോക്കിയിട്ടില്ല. പരിസ്ഥിതി ഇന്ന് ഏത് പണിതാലും പരിസ്ഥിതി വിഷയം വേണമല്ലോ, സാങ്ഷനാണ്. അത് ചെയ്തിട്ടില്ല. പരിസ്ഥിതി ഇല്ലാതെ തന്നെ അന്നത്തെ കാലത്തെ അറിവ് വെച്ചാണ് പണിതേക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഇത് സിമെൻറ്റ് ഇട്ട് പണിതല്ല. സിമെൻറ്റ് ഉണ്ടായിട്ട് 60 കൊല്ലമായുള്ളൂ. എനിക്ക് ജോലി കിട്ടിയ കാലത്ത് ആ സിമെൻറ്റ് ഇറങ്ങുന്നു. വീട്ടിലൊക്കെ സിമെൻറ്റ് വേണമെങ്കിൽ 2 ചാക്ക് തരും. അത് അപേക്ഷ കൊടുത്ത് അനുവാദം മേടിച്ച് പെർമിറ്റ് തന്ന് അന്നത്തെ എക്സിക്യൂട്ടർക്ക് തഹസീൽദാർ തന്ന് എക്സിക്യൂട്ടർ ഒപ്പിട്ടാൽ തരുള്ളൂ. അങ്ങനെയായിരുന്നു 2 ചാക്ക്. അപ്പോൾ വീടൊക്കെ, എൻ്റെ വീടൊക്കെ സിമെൻറ്റ് ഇട്ടത് 62 കഴിഞ്ഞ എന്നുവെച്ചാൽ എല്ലാവർക്കും ആ പീരീഡാവുന്നു. സിമെൻറ്റ് തരികയില്ല, 2 ചാക്ക് തരുള്ളാന്ന്. അത് കഴിഞ്ഞ് പതുക്കെ അത് കൂടി, ഇഷ്ടം പോലെ സിമെൻറ്റ് കിട്ടുന്നു. ഇന്നിപ്പോൾ എവിടെ വേണമെങ്കിലും കിട്ടുമല്ലോ, വില കൂടിയെന്നേ ഉള്ളൂ. അപ്പം സിമെൻറ്റ് ഇടാതെ പണിതാണ്. പിന്നെ അടുത്തത് വെള്ളപ്പൊക്കം പ്രശ്നം. വെള്ളപ്പൊക്കം എന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് പെട്ടെന്ന് പൊങ്ങുന്നതും രണ്ടും മുല്ലപ്പെരിയാറിലാണ്. അതായത് കാലവർഷം എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കാലവർഷം. അത് കഴിഞ്ഞ് വീണ്ടും വരുന്നതാണ് അതിൻ്റെ പുറകെ വരുന്നതാണ് തുലാവർഷം. പുറകെ വരുന്ന തുലാവർഷത്തിലാണ് അവിടെ വെള്ളം പൊങ്ങുക. അതാണ് അവിടുത്തെ പ്രത്യേകത. തുലാവർഷത്തിലാണ് തേക്കടിയിൽ ഏറ്റവും കൂടുതൽ വെള്ളം പൊങ്ങുന്നതും നമുക്ക് ബോട്ടൊക്കെ ഓടത്തൊക്കെ നല്ലൊരു വെള്ളം പൊങ്ങിക്കിടക്കുന്നതും. ഡാമിൻ്റെ ടോപ്പ് ഹൈ ലെവൽ ഇവിടം വരെ വരും വെള്ളം. മറ്റേ വേനൽക്കാലത്ത് ഇവിടം വരെ ആവും. അങ്ങനെ അതാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളപ്പൊക്കം അവിടുത്തെ വിഷയമാണ്. ഈ വെള്ളപ്പൊക്കം ആരും പരിഗണിക്കുന്നില്ല. അത് പരിഗണിച്ച് അവസാനത്തെ കേസ് വാദം വന്നപ്പോഴാണ് കേരള ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തി വിഷമിച്ച് സുപ്രീം കോടതിയിൽ വാദിച്ചതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ ഹൈ ലെവൽ
142, 156 എന്ന് പറഞ്ഞ ഒരു ലെവലുണ്ടായിരുന്നു. അത് 136 കുറച്ച് നിർത്തി അവിടം വരെ വെള്ളം പൊക്കാവോ എന്ന് ഓർഡർ കൊടുത്തു തമിഴ്നാടിന്. പക്ഷേ തമിഴ്നാട് ഒന്നും അനുസരിക്കില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ. എന്താണ് അവർ അനുസരിക്കാത്തതിൻ്റെ കാരണം? അനുസരിക്കാത്തതിൻ്റെ കാരണം എന്താ? വെള്ളം കിട്ടിയാൽ അവർക്ക് അനുസരിച്ച് കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. 36 താഴ്ന്ന വെള്ളം, അത്ര മുകളിൽ കിടക്കുന്ന വെള്ളം മുഴുവൻ പോയില്ലേ. ആ വെള്ളം ഇങ്ങോട്ട് ഒന്നുകിൽ വിടണം എന്നാണ് നമ്മൾ പറയുന്നത്. അത് ചെയ്യുന്നില്ല. പിന്നെ അത് ഉയർത്തിയെടുത്ത് 36 നിന്ന് 42 ആക്കിയാൽ 6 അടി വെള്ളം കൂടെ അവർക്ക് കിട്ടിയില്ലേ. 42 കഴിഞ്ഞ് 56 ആക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇന്നലെ കണ്ടില്ലേ നമ്മൾ കമ്പം MLA പറഞ്ഞത്. കമ്പം MLA പറഞ്ഞത് ഇടുക്കി തമിഴ്നാടിൻ്റെ ഡാം പണിത് വെച്ചിരിക്കുന്നത് ഇത്രയും വെള്ളപ്പൊക്കത്തിൽ വെള്ളം വന്നാൽ അത്രയും കൂടെ വെള്ളം നിർത്തിയിട്ട് ആ വെള്ളം ഞങ്ങൾക്ക് കൃഷിക്ക് തരണമെന്നാണ്. എന്നാൽ നമുക്ക് പകരം ഒന്നും തരുമെന്ന് പറയുന്നില്ല. ആരും പറയില്ല. പകരം നമുക്ക് ചോദിച്ച് വാങ്ങാൻ കുറേ തൊഴിലവസരം ചോദിച്ച് വാങ്ങാമല്ലോ. തരാൻ പറ്റില്ല, തരില്ല. നമുക്ക് നെല്ല് വില കുറച്ച് തരാൻ പറ്റില്ല, തരികയില്ല. വേറെ എന്തും കൃഷിയാണ്, എന്ത് കൃഷി ചെയ്തോ അതിൻ്റെയൊക്കെ ഒരു വിധം തരാമല്ലോ. ആ എഗ്രിമെൻ്റ് ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെയുള്ളവർക്ക് അത് അറിയാനും വരാം. പറഞ്ഞിട്ട് ചുമ്മാ വായിച്ച് അതിൻ്റെ എന്നേ കഴിഞ്ഞ് വേറെ ആർക്കും. അതായത് സൗജന്യമായിട്ട് നമ്മുടെ വെള്ളം അവർ ഉപയോഗിക്കുന്നു. വെള്ളം പോകും. അതാണ് വെള്ളമാണ് ഏറ്റവും വലിയ വിഷയം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വെള്ളം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഒരു ഉദാഹരണം, ഇപ്പം മുല്ലപ്പെരിയാറിലുള്ള വിഷയം, വെള്ളം 142 കഴിഞ്ഞ് പൊങ്ങുകയാണെന്ന് കരുതുക. ആ പൊങ്ങുന്ന വെള്ളം നമുക്ക് തരണമെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട, വേറൊന്നും പണിയും വേണ്ട. ചുമ്മാ സ്പില്ല് തുറന്നു വിട്ടാൽ വെള്ളം പെരിയാറ്റി കൂടെ ഉപ്പുകറ ഏലപ്പാറ വഴി അത് പോകുന്ന ഇടുക്കി ചെറുതോണി ഡാമിൽ വന്ന് നിറയും. അപ്പോൾ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ, ഇടുക്കി വെള്ളമില്ലെന്ന് വിചാരിക്കുക. വെള്ളമില്ലെങ്കിൽ ഈ വെള്ളം ഉപയോഗിക്കാം. ഒന്ന് അങ്ങനെ കിട്ടുന്ന വെള്ളത്തിൻ്റെ വേറെ ഉപയോഗം എന്ന് വെച്ചാൽ ഹൈറ്റിൽ വെള്ളം കിട്ടുന്നു. ഹയസ്റ്റ് ലെവലിൽ കിട്ടിയാൽ നമുക്ക് 8 യൂണിറ്റ് വെള്ളം, ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 8 ക്യൂബിക്കടി വെള്ളം മതി. ലോവസ്റ്റ് ലെവലാണ് കിട്ടുന്നെങ്കിൽ 32 ക്യൂബിക്കടി വേണം. അപ്പോൾ എന്താ ലാഭം? ഭയങ്കര ലാഭമല്ലേ. അങ്ങനെ കിട്ടുന്ന വെള്ളം നമുക്ക് ആരും കണക്ക് പറയാതെ അവർ കൊണ്ടുപോകണം. കണക്ക് ചോദിച്ചാൽ തന്നെന്ന് പറയും, കള്ളത്തരം. അത് തന്നെയാണ് പറമ്പിക്കുളം ഷോറുകാരിൽ, ശിരുവാണിയിൽ, നെയ്യാർ ഡാമിൽ ഒക്കെ ചെയ്യുന്ന ഈ കള്ളത്തരമാണ്. വെള്ളം പോകുന്നു, തരുന്നില്ല. ഷോളയാർ കൊണ്ടുപോവുകയാണ്. അതുപോലെ പാമ്പാർ നീരാർ, ഇടമലയാറിൻ്റെ മുകളിൽ പാമ്പാർ നീരാർ 2 ഉണ്ട്. ആർക്കും അറിഞ്ഞുകൂടാ പാമ്പാർ നീരാർ എതിലൂടെ ഒഴുകുന്നെന്ന് പോലും നമ്മുടെ ആൾക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഡാം കെട്ടി വെള്ളം കൊണ്ട് തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഇടമലയാറിലെ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. മുല്ലപ്പെരിയാർ കൂടാതെ തന്നെ ഇങ്ങനെ എത്ര ഡാം എവിടെയൊക്കെ ഉണ്ടോ തരും. ഇങ്ങനെ ഇരിക്കുകയാണ് വടക്ക് മലബാറിൽ ഈ മിനി പ്രോജക്റ്റ് എന്നുകൊണ്ട് ആദ്യം നമ്മുടെ രംഗത്ത് വന്നു. മിനി പ്രോജക്റ്റ് പണിതാ കുറേ കൂടെ മെച്ചപ്പെട്ട് പണിയാന്ന് പറഞ്ഞാണ് സൈലൻറ്റ് വാലി പിടിച്ചത്. സൈലൻറ്റ് വാലി പിടിച്ചാൽ 300 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കാം. 300 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ ഇടുക്കിയുടെ പകുതിയായില്ലേ. ഇടുക്കിയുടെ 750 ഇടുക്കിയുടെ പകുതിയാണ്. മേജർ പ്രോജക്റ്റാണ്. പണിയാന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ ചെന്ന് കെട്ടിടങ്ങളൊക്കെ കെട്ടി പണി തുടങ്ങുന്ന കൃത്യസമയമായപ്പോൾ തമിഴ്നാടിൻ്റെ എതിർപ്പ്. അങ്ങനെ ആവശ്യമില്ലാത്തത്. കാരണം ഈ ഡാമിൻ്റെ ഇരിക്കുന്ന സ്ഥലം അവരുടെയല്ല. ഡാം പണിയുന്നത് നമ്മളാണ്. അവരുടെ കാശ് വേണ്ട. ഈ സൈലൻറ്റ് വാലി പണിതുകൊണ്ട് അവർക്ക് നഷ്ടമൊന്നും വരാനില്ല. അപ്പോൾ അവരുണ്ടാക്കി ഉടക്കാൻ അറിയോ, കുന്തിപ്പുഴ ഒഴുകി വരുന്നതിൻ്റെ ഒരു ഭാഗം ഞങ്ങളുടെ കവനി വഴി ഇങ്ങോട്ടാണ് വരുന്നത്, കാവേരിയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കും കൂടെ ഇൻ്റർസ്റ്റേറ്റ് ഡിസ്പ്യൂട്ടിൽ അവകാശമുണ്ടതാണ്. അങ്ങനെയാണ് ഇൻ്റർസ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞ് ബലമായിട്ട് ചെക്ക് എങ്കിലും കെട്ടാമെന്ന് പറഞ്ഞ് ചെക്ക് ഡാം താഴെ കെട്ടി. ചെക്ക് ഡാം വെറുതെ പൊക്കം കുറഞ്ഞു 6 മീറ്റർ പൊക്കം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അത് കാണാനായിട്ട് അന്നത്തെ ഇറിഗേഷൻ മന്ത്രിയാണ് TN ജേക്കബ്. അവിടെ ചെന്ന് അത് കാണാൻ, അങ്ങേരുടെ വകുപ്പല്ലേ കാണാൻ വെച്ചാൽ അവിടെ ചെന്നു അങ്ങേരെ കല്ലെടുത്ത് കഴിഞ്ഞു. മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ഓടുന്ന പടം പത്രത്തിൽ വന്നു. തമിഴ്നാട്ടുകാർ മന്ത്രി ഓടുന്ന പടം. എന്താ കഥ? അപ്പോൾ ഇതാണ് നടക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിന് വിലയിടണമെന്നാണ് ഞാൻ പറയുന്നത്. 1. 2, ഏത് വെള്ളം കൊടുത്താലും അതിന് വ്യക്തമായ കരാർ വേണം. അത് ജനങ്ങളും കൂടെ അറിയണം. ചെയ്യുന്നില്ല. പഴയ കരാറുകളൊക്കെ ഉണ്ട്, നിലവിലുണ്ട്. അതിലൊരു കരാറാണ് മുല്ലപ്പെരിയാർ. 2ാമത്തെ കരാറാണ് പറമ്പിക്കുളം കരാർ. ഇപ്പോഴും പുതുക്കാൻ താമസിച്ചിട്ട് 38 കൊല്ലമായി. 38 കൊല്ലം മുമ്പേ പുതുക്കേണ്ടതാണ്. അതിന് മുമ്പേ പുതുക്കിയിരിക്കുന്ന അച്യുതമേനോനുള്ള കാലത്താണ്. അച്യുതമേനോൻ കഴിഞ്ഞ കാലത്രയും. അച്യുതമേനോനുള്ളപ്പോൾ പുതുക്കിയിട്ടുള്ളതിന് ഒരുപാട് തിരിമറികളുണ്ട്. അതായത് CPIക്ക് ഒരു തമിഴ്നാട്ടിൽ MP ഇല്ല. അപ്പോൾ അച്യുതമേനോൻ വെച്ച കരാർ ഞങ്ങൾക്കൊരു MP തരണമെന്ന്. അങ്ങനെയാണ് ഒരു MP കൊടുത്തിട്ടാണ് കരാർ ഒപ്പിട്ടത്. അപ്പോൾ ആ MP ജയിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊരു MP ഉണ്ടായി. ഇതെല്ലാം നാട്ടുകാരറിയുന്നുണ്ടോ? ഇതാണ് നടക്കുന്നത്. നമ്മൾ സാറേ, ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന മുല്ലപ്പെരിയാറിൽ നിന്നാണ് വെള്ളം തമിഴ്നാടിന് കൊടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് മാത്രമാണ്, മറ്റ് നദികളിൽ നിന്നും ഒരു വെള്ളം എടുക്കുന്നില്ലേ? ഇഷ്ടം പോലെ പോകുന്നു, ഇഷ്ടം പോലെ. അതിനകത്ത് ഏതൊക്കെ നദികളിൽ നിന്നാണ്? അതായത് വടക്കുനിന്ന് ഇങ്ങോട്ട് നമ്മൾ 41 നദികളാണ് കേരളത്തിൽ പടിഞ്ഞാട്ട് ഒഴുകുന്നത്. 41 നദികൾ. 41 നദികളിലും വെള്ളം പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ വെള്ളം പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉദാഹരണം, ഇപ്പോൾ
നമ്മുടെ വാളറ എസ്റ്റേറ്റിലെ വാളറ വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അടിമാലിക്ക് മുകളിൽ ആ, പോയിട്ടുണ്ട്. വാളറ വെള്ളച്ചാട്ടത്തെ മോളിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തിരിച്ചു വിട്ടാൽ അത് അങ്ങോട്ട് കൊണ്ടുപോകാം. പറമ്പക്കുളം ശിരുവാണി മുതലായ എല്ലാത്തിൻ്റെയും വെള്ളം അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ചാലക്കുടി ഷോളയാർ ഡാം പണിതിട്ട് അതിൻ്റെ വെള്ളം കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. പെരുങ്ങൽക്കൊത്ത് കൊണ്ടുപോകുന്നു, അങ്ങ് പെരുങ്ങൽക്കൊത്ത് പോലും കൊണ്ടുപോകുന്നുണ്ട്, ആർക്കും അറിഞ്ഞൂടാ, അങ്ങ് കൊണ്ടുപോകുന്നു പറയുന്നത്. ശബരിയിൽ പോയതിൻ്റെയാണ് പമ്പ റിസർവയർ കൂടെ ബോട്ടിൽ അല്ലെങ്കിൽ വള്ളത്തെ 22 കിലോമീറ്റർ വള്ളത്തെ കൂടെ പോയാൽ അവിടെ നിന്ന് വെള്ളം ചോർത്തി തമിഴ്നാട്ടിലെ പുളിയംകുടി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം. ഞാൻ പോയി എടുത്തെഴുതിയതാണ്, ഞാൻ എഴുതിയില്ല, ലേഖനം എഴുതി. അതിനെനിക്ക് ഒരുപാട് സസ്പെൻഷൻ കിട്ടിയതാണ്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാക്കിയെന്ന് എനിക്ക് തന്ന ആരോപണം. ഇതാണ് മിണ്ടാൻ വയ്യാന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ റിട്ടയർ ചെയ്തുകൊണ്ട് അത്രയും പേടിക്കണ്ട, പക്ഷേ പെൻഷൻ തടഞ്ഞാലോ. ഇതാണ് കഥ. അല്ല, അപ്പം ഈ റിപ്പോർട്ട് ചെയ്യുമ്പോഴേ ഇത് കേരളം അറിയുന്നില്ല ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന കാര്യം? അറിഞ്ഞിട്ട് പറയാനുമില്ല. ഇതല്ലേ കാണുന്ന, ഇപ്പോഴത്തെ കണ്ടില്ല. നമ്മുടെ സ്ഥാനാർത്ഥി അല്ല, സ്ഥാനാർത്ഥിയും പോട്ടെ, നമ്മുടെ പറയാൻ അവകാശം അധികാരമുള്ള നമ്മുടെ മെമ്പർമാർ പിൻവലിച്ചു. ഇന്നത്തെ പത്രം അതല്ലേ. ഇന്ന് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ഒരു കാര്യമില്ല എഡിറ്റോറിയൽ, ആര് നോക്കാനാണ്? എന്ത് കേരളം എന്താ പിന്നെ മിണ്ടായിരിക്കുന്നത്? ഈ മിണ്ടായിരിക്കുന്നത് അതിനകത്തൊക്കെ രാഷ്ട്രീയമാണ്. അതാണ് ഒരിക്കൽ ജയലളിത പറഞ്ഞത്. ഇതാണ് പറയാൻ ഒരുപാട് പറയാനുണ്ട്, എഴുതണമെന്ന് പറയുന്നത്. ജയലളിതയുടെ ഇവിടെ സമരം മൂത്ത് വന്നപ്പം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ഇവിടുത്തെ MLA-മാരും ഒക്കെ ബഹളം കേട്ട ജയലളിത പേടിച്ചു പോയി. ഉടനെ ജയലളിത ഒരു വില വെച്ചു. അവിടെ മുന്തിരി കൃഷി ചെയ്യുന്നവരുടെയും ഓറഞ്ച് കൃഷി ചെയ്യുന്നവരുടെയും ആപ്പിൾ കൃഷി ചെയ്യുന്നവരുടെയൊക്കെ ലിസ്റ്റ് എടുത്തു. എല്ലാത്തിനും 50 ഏക്കർ 100 ഏക്കർ സ്ഥലമാണ് കേരളത്തിലെ MP MLA-മാർ. അപ്പോൾ എന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തി ജയലളിത. ഇവരുടെ എല്ലാം പേര് ഞാൻ എടുത്തോന്ന് ചോദിച്ചു. മിണ്ടിയില്ല. പിറ്റേ ദിവസം ഇവിടെ മിണ്ടാട്ടമില്ല ആർക്കും. അതാണ് കഥ. ഇതാരും പറയുന്നു? ഞാൻ എഴുതിയിട്ടുള്ളത് വേറെ ഒരുത്തനും എഴുതിയിട്ടില്ല. അതിനൊക്കെ റെക്കോർഡ് തപ്പി ഞാൻ മധുരയിലൊക്കെ പോയി ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ആധാരത്തിൻ്റെ കോപ്പി അല്ലെങ്കിൽ ഏതെങ്കിലും റെക്കോർഡ് വേണ്ടേ? ഇത്ര നമ്പർ സർവേ നമ്പർ പേട്ട ഇന്ന താലൂക്കിലുള്ള തമിഴ്നാട്, തേനി, മധുര, ശിവലിംഗപുരം, രാമനാഥപുരം, മറ്റ് ജില്ലകളിൽ എല്ലാ ജില്ലകളിലുണ്ട്. അതിനൊക്കെ തെളിവെടുക്കണം. അപ്പോൾ കുറച്ച് തെളിവെടുത്ത് ഞാൻ എഴുതി. ഇത്രയും ഉണ്ടപ്പോൾ തന്നെ എവിടേക്ക് മാട്ട് കിട്ടി. അപ്പം സാറിന് ഭീഷണിയൊക്കെ വന്നായിരുന്നു? ഭീഷണിയാണ് ഞാൻ വളർന്നത്. ഭീഷണിയെ കൊണ്ടാണ് ഞാൻ വളർന്നുള്ളൂ. അത് എത്ര വട്ടം സസ്പെൻഷൻ കിട്ടി? അതിന് സസ്പെൻഷൻ കിട്ടി. അത് ഒരിക്കൽ വേറൊരു സസ്പെൻഷനിലാണ് ബാണാസുര സാറിലേക്ക് പോയത്. അതെന്തായിരുന്നു കാരണം? അത് ബാണാസുര സാർ വലിയ ഡാമാണ് തുടങ്ങിയതുള്ളൂ. തുടങ്ങിയപ്പം അവർ പറഞ്ഞ ന്യായം ഇടുക്കി തീർന്നു, ഇനി നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല, അങ്ങോട്ട് പോക്കണം. അങ്ങനെ വിട്ടു. എന്നെ പറഞ്ഞ് പറ്റിച്ച് വിട്ടതാണ്. അപ്പോൾ സാർ എന്ത് റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് അത് അങ്ങനെ സസ്പെൻഷൻ കിട്ടിയത്? ശബരിയിൽ വെള്ളം മൂട്ടിക്കുന്നു. 1, മുല്ലപ്പെരിയാറിൽ വെള്ളം പോകുന്നതിന് പൈസയില്ല. 2, പറമ്പക്കുളം ഷോളയാറിൽ നിന്ന് മുഴുവൻ വെള്ളവും പോകുന്നു. അതുകൊണ്ട് നമുക്ക് ചിറ്റൂർപ്പുഴ താലൂക്കിൽ കൃഷി നടക്കുന്നില്ല, വെള്ളമില്ല. അവിടെ വെള്ളം കൊടുക്കണമെന്ന് കരാറുണ്ട്, കൊടുക്കുന്നില്ല. അങ്ങനെ തെക്ക് നെയ്യാർ ഡാമിലെ വെള്ളം കൊണ്ടുപോകുന്നു. വടക്കോട്ട് പോയാൽ സൈലന്റ് വാലി ഉൾപ്പെടെ വെള്ളം കൊണ്ടുപോകുന്നു. നമ്മുടെ അതിനകത്ത് ഒരു 8 നദികളുടെ കാര്യം പറയുന്നത് വടക്ക് മലബാർ ജില്ലയിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്താനും ഫ്രീ ആയിട്ട് കറണ്ട് കൊടുക്കാനും നമുക്കിഷ്ടം പോലെ വൈദ്യുതി ആവശ്യമുള്ള സമയത്ത് ഞാനത് എഴുതിയത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. അതുപോലെ എറണാകുളത്ത് മാസ് ടൂറിസ്റ്റോമിൽ ഭാരത ടൂറിസ്റ്റോമിൽ വെച്ച് ഇതിൻ്റെ 2 പ്രാവശ്യം കോൺഫറൻസ് നടത്തി. എന്നെ വിളിച്ച് പ്രമുഖ സ്പീക്കർ ഞാനായിരുന്നു. ഒരുപാട് പേരെ ക്ഷണിക്കപ്പെട്ട സദസ്സിലായി 140 പേരുണ്ടായിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ വന്നു. എല്ലാത്തിനും ഉത്തരം ക്ലീനായിട്ട് ഉത്തരം പറഞ്ഞു. നല്ല കൈതാന്നാണ് വിട്ടത് എല്ലാവരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടിരുന്നാൽ ചൂടായിക്കൊണ്ടിരിക്കും. പക്ഷേ ആരും നടത്താനില്ല. അപ്പോൾ അതുകൊണ്ടാണ് സാറിന് സസ്പെൻഷൻ തന്നത്, ട്രാൻസ്ഫർ അടിച്ചത്? അതാ പറഞ്ഞ ഇത് വല്ലാത്തൊരു വിഷമത്തിലാകും. ഇപ്പം മുല്ലപ്പെരിയാറിലേക്ക് വരുമ്പോഴേ, മുല്ലപ്പെരിയാറിൽ അന്ന് സാറ് ചുമതലയുള്ള സമയത്ത് ഇൻസ്പെക്ഷൻ നടത്തുമ്പം എന്തൊക്കെ പ്രശ്നങ്ങളാണ് കണ്ടെത്തിയത്? നോക്കണം. എനിക്ക് സഹായകമായിട്ട് അന്നത്തെ ചീഫ് എഞ്ചിനീയർ ബലരാമൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ബലരാമൻ എറണാകുളത്ത് താമസിക്കുക, എറണാകുളംകാരനോ. പുള്ളി കുറച്ച് കട്ടിയ ആൾ. അതായത് അത്യാവശ്യം വേണ്ടി വന്നാൽ ഒരുത്തൻ്റെ തല്ലണം വെച്ചാൽ തരും. ചീഫ് എഞ്ചിനീയറാണ്. വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ, ടെക്നിക്കൽ പോയിൻ്റ് പറയുന്ന കൂട്ടത്തിൽ അതെന്തെങ്കിലും ചോദിച്ചിട്ട് മറുപടി കൃത്യമായിട്ട് തന്നില്ലെങ്കിൽ തമിഴ്നാട്ടുകാരൻ ഡാം സൂപ്രണ്ടിനെ തല്ലി. ഞാനാണ് അതിൻ്റെ കൂടെ ഉള്ളത്. ഞാനും പുള്ളിയും കൂടെ കാണാൻ പോയിരിക്കുന്നത്. ഞങ്ങൾ പോകാൻ കാരണം
ഈ തേക്കടിയിൽ വെള്ളം കുറയുമ്പോൾ ബോട്ട് ഓടിക്കത്തില്ല, ബോട്ട് കരയ്ക്ക് കയറ്റി വെക്കണം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഇങ്ങനെ വെള്ളം താഴത്തെ വലിയ വെള്ളം ഉണ്ടല്ലോ, പിന്നെന്താ ബോട്ട് ഓടാത്തതെന്ന് അന്വേഷിച്ച് ഞാൻ സാറും കൂടെ ചർച്ച ചെയ്തു. വാഴത്തോപ്പിൽ കോളനിയിലാണ് താമസം. അപ്പോൾ ചർച്ച ചെയ്തപ്പോൾ രാമേന്ദ്ര നമുക്ക് പുള്ളിക്ക് വളരെ ഇൻട്രസ്റ്റഡാണ് ഈ കാര്യത്തിൽ. ആരെങ്കിലും കുറ്റം ചെയ്ത് കണ്ടുപിടിക്കാനും വലിയ മിടുക്കണം. അവിടെ ചെന്നു ഡാം സൂപ്രണ്ടിനെ കണ്ടു. ഞങ്ങൾ സ്വാഭാവികമായിട്ട് കിട്ടുന്ന പാസ് എടുക്കണം. പാസ് കിട്ടിയിട്ട് അവിടെ പോയി നമ്മുടെ ഡാം, നമ്മൾ പണിത ഡാം, നമ്മുടെ പറമ്പിലിരിക്കുന്ന ഡാം, നമ്മുടെ നദി, എന്നിട്ടാണ് പാസ് എടുക്കുന്നത്. ഇങ്ങനെ പാസ് എടുത്തിട്ട് കിട്ടുന്ന അതിന് കാശ് തരുന്നുണ്ടോ? അതില്ല. വാടക തരുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. ഞാനിത് കണ്ടിപ്പോൾ ചീഫ് എഞ്ചിനീയറിനോട് പറഞ്ഞു. അപ്പോൾ ചീഫ് നമുക്ക് പോയിക്കളാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ പോയി. അവിടെ ചെന്ന് കോവിളിൽ ചെന്ന് ചായ കുടിച്ചേച്ച് ഞങ്ങൾ ആലനിവാസ് ലോഡ്ജിൽ റിസോർട്ടാണല്ലോ, അവിടെ ചെന്ന് നമ്മുടെ കേരളത്തിൻ്റെയാണ് അവിടെ ഒരു മുറിയെടുത്ത് അങ്ങേരുടെ ബാഗ് എൻ്റെ എല്ലാം അവിടെ വെച്ചിട്ട് തേക്കടിയിലെ ബോട്ട് കടവിലേക്ക് പോവാണ്. അപ്പോൾ ഏകദേശം ഒരു 50 ബോട്ട് അവിടെ ഉണ്ട്. ബോട്ടത്തിൽ ഇങ്ങനെ നിരന്ന് കിടക്കുക, പോയിക്കൊണ്ടിരിക്കുകയാണ് പല ബോട്ട്. അതിലൊരു ബോട്ട് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾക്ക് 2 പേരേ ഉള്ളൂ, ഞങ്ങൾ 2 പേർക്കും പറ്റിയ രീതിയിൽ ഒരു ബോട്ട് തരണമെന്നുണ്ട്. സൂപ്രണ്ടിനോട് ചോദിച്ചു. സൂപ്രണ്ട് തന്നു. എന്നിട്ട് പറഞ്ഞു, സാർ എവിടം വരെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഡാമിന് തൊട്ടിപ്പുറത്ത് 3 കിലോമീറ്റർ പുറയിൽ നിർത്തണം, എന്നിട്ട് തിരിച്ചു പോരണം. അത് ഡ്രൈവറെ പറഞ്ഞ് ഏൽപ്പിക്കുകയും ബോട്ട് ഡ്രൈവറോട് പറയുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ അതായത് ഡാം നിൽക്കുന്നിടത്ത് ഇത്രയാണ് ഡാം എന്ന് വിചാരിക്കുക. ഇവിടെയാണ് ബോട്ട് കടവ് ഇങ്ങോട്ട് 3-4 കിലോമീറ്റർ ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ബോട്ട് ഇവിടം വരെ അനുഭവിക്കും. ഇവിടം വരെ ആയി കഴിഞ്ഞാൽ ബോട്ട് തിരിക്കാൻ പറയും. ഇവിടെ അടുത്ത് വരികയില്ല. അടുത്ത് ഡാമിൻ്റെ തൊട്ടടുത്ത് വന്നാൽ നമുക്ക് തൊടാം, വിടിയല്ല. അങ്ങനെ വന്നപ്പോൾ അതിനകത്ത് എന്താ ട്രിക്കെന്നറിയാൻ ഞാനൊരു ദിവസം പാഞ്ഞ് അതിനകത്തൂടെ കയറി ഇറങ്ങി നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. ഈ അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഡാമിൻ്റെ അപ്സ്ട്രീം ഫേസ്, അതായത് അപ്സ്ട്രീം ഫേസിലാണ് ബോട്ട് വന്നിരിക്കുന്നത്, ബോട്ട് അടുത്ത് വരുന്നത്. അപ്സ്ട്രീം ഫേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഡാം നിൽക്കുന്നത്, ഇങ്ങനെ പൊക്കമുണ്ട്, ഇങ്ങനെയാണ്. ഇത് താഴത്തെ വശം. ഈ വശത്തൂടെ ഇവിടെ നടന്നു വരുമ്പോഴാണ് വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ കൂടെ നടന്നു വരുമ്പോഴാണ് ഇവിടെ വരുന്നത്. ഇപ്പുറത്ത് ഇവിടെ വരണമെങ്കിൽ ബോട്ട് വേണം. അത് തേക്കടിയിൽ നിന്ന് വരുന്ന ബോട്ടാണ്. ആ ബോട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ അടുത്ത് അടുപ്പിക്കില്ല. അപ്പോൾ ഡാം സൂപ്രണ്ട് അതിന് സാർ അങ്ങ് പോകാൻ മുടിയാതെന്ന് തമിഴാണ് പോകാൻ മുടിയാതെന്ന് പറഞ്ഞു. അതെന്നാ കാര്യം? അതവിടെ ഒരുമാതിരി ചിന്ന റിപ്പയർ ഇരിക്കും. ചിന്ന റിപ്പയറല്ല, വലിയ റിപ്പയറാണ്. എന്താ സംഗതി എന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ബോട്ട് ഓടി ചെല്ലുമ്പോൾ ബോട്ട് ഈ ഡാമിൻ്റെ അകത്തേക്ക്, ഡാമിൻ്റെ കനം അറിയാമല്ലോ, അതിൻ്റെ അകത്തേക്ക് ഒരു ഹള്ള് ഉണ്ടായിട്ടുണ്ട്. പൊള്ളയുണ്ടായത് ഇവിടുന്ന് ഇളകി കേട് പറ്റിയ കല്ല് ഉരുണ്ട് പോയതാണ്. ഡാമിൻ്റെ ഫേസിൽ പണിതിരുന്ന കല്ല് കാണുന്നില്ല, പോയി. അങ്ങനെ ഉണ്ടായ ഹള്ളിനകത്തേക്ക് ഡാം ഓടിച്ച് വരുന്ന ബോട്ട് കയറും. അങ്ങനെ ബോട്ടിൻ്റെ മുൻവശത്ത് 8 അടി കയറും. 8 അടി ബോട്ടിനകത്തോട്ട് കയറിയാൽ പിന്നെ ഇത് പുറത്തോട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് തടഞ്ഞെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതുപോലും നമുക്ക് അപകടമാണ്, ഭയങ്കര അപകടമാണല്ലോ. വെള്ളം കെട്ടുനിർത്തിയിരിക്കുന്ന സാധനത്തിൻ്റെ സ്ട്രക്ചറിൽ ഇത്രയും വലിയ ഹള്ളുണ്ടായിട്ട് പോലും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ പടമൊക്കെ എടുത്ത് അത് കിട്ടി ഭാഗ്യത്തിന്. പിന്നെ പടം എടുക്കാൻ സമ്മതിച്ചില്ല. എൻ്റെ ഫയലിലുണ്ട്, പക്ഷേ അതൊന്നും എടുക്കാൻ പ്രയാസം, ഇപ്പോൾ എടുക്കാൻ പ്രയാസം. 12,000 പുസ്തകമുണ്ട്, അതിൻ്റെ ഇടയ്ക്കൂടെ കെട്ടി വെച്ചിരിക്കുക, ഓരോ കെട്ടായിട്ട്. അപ്പോൾ അതങ്ങനെ, ഇതാണ് സംഭവം. വടക്ക് മലബാർ മുതൽ മലബാർ എന്ന് വെച്ചാൽ എൻ്റെ സൈലൻറ്റ് വാലി കൂടാതെ വടക്ക് അതിൻ്റെ പേരുണ്ട് അതിനകത്തുണ്ട്. മൂന്നാർ, പെരിഞ്ചാംകുട്ടി, പൂയാംകുട്ടി, 3 അതിൽ പൂയാംകുട്ടി തരാമെന്നാണ് ഇന്ദിരാഗാന്ധിയുടെ കരാർ. ഓർക്കുണ്ടോ? നിങ്ങളൊക്കെ അന്ന് പിള്ളേർ പ്രായം അറിയത്തില്ല, ജനിച്ച് കാണത്തില്ല. ഇന്ദിരാഗാന്ധി തരാമെന്ന് പറഞ്ഞ് തന്നില്ല, അങ്ങനെ പോയി. അപ്പോൾ എന്നിട്ടാണ് മറ്റേ ഇത് പണിത്, അങ്ങനെ പോയി. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയ കരാറുകൾ നിരവധിയുണ്ട്. വെള്ളക്കടലാസ് അല്ല, വെള്ളക്കരാർ വെള്ളത്തിൽ എന്നാണ് ഞാൻ എഴുതി, അങ്ങനെ എഴുതി. അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടും തന്നില്ല, അതങ്ങനെ. പിന്നെ പെരിഞ്ചാംകുട്ടിയും പൂയാംകുട്ടിയും കൂടെ പണിതാൽ ഇടുക്കിയുടെ 2 ഇരട്ടിയുണ്ട്. ഇടുക്കിയുടെ ഒരു പ്രോജക്റ്റിൻ്റെ 2 ഇരട്ടി. ഇടുക്കിയുടെ കപ്പാസിറ്റി 780 മെഗാവാട്ടാണ്. അതിൻ്റെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 714 1500 മെഗാവാട്ട്. ഈ 1500 മെഗാവാട്ട് നമുക്ക് അടുത്ത 100 കൊല്ലത്തേക്ക് കറണ്ട് സുഭിക്ഷമാണ്. അത് സമ്മതിക്കില്ല. ചെറുത് പണിയാൻ അത് സമ്മതിക്കില്ല. അതാണ് മിനി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അഡീഷണൽ കടലാസ് ഉണ്ട്. അപ്പോൾ മിനി പ്രോജക്റ്റ് 740 പ്രോജക്റ്റ് ഉണ്ട്, അല്ല 240 പ്രോജക്റ്റ് ഉണ്ട്. 740 മെഗാവാട്ട് ഉണ്ടാക്കാം. അതുകൊണ്ട് നമ്മുടെ ക്ഷാമം 400 മെഗാവാട്ടാണ്. ഇപ്പോൾ സാറ് വലിയ ഹള്ള് കണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞില്ലേ, മുല്ലപ്പെരിയാറിൻ്റെ? അപ്പം എന്നിട്ട് അത് ഏത് വർഷമായിരുന്നു ഏകദേശം? 78. അപ്പം ആ ചിത്രങ്ങളും അതിൻ്റെ തെളിവുകളും ഒന്നും കോടതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലേ? അല്ല, കോടതി കൊടുത്ത ഇതൊന്നും അല്ലല്ലോ, ഇതിനേക്കാൾ വലിയ പോയിൻ്റല്ലേ അവൾ പറയുന്നത്.
തമിഴ്നാട് പറയുന്നതാണ്. വേറൊരു വെച്ചാൽ പറയുക, ഒരു ഭാഗം നമ്മളൊരു ഇൻഡസ്ട്രിയൽ ഒരു തർക്കം ഉണ്ടായെങ്കിൽ തർക്കത്തിന് പരിഹാരം കാണുന്നത് അതിന് പറ്റിയ വിദഗ്ധന്മാരെയും അത് കാഴ്ചക്കാരായിട്ട് നിൽക്കാൻ വേറെ കുറച്ച് MP-മാരെയും ഒക്കെ വേണ്ടേ? ഇത് എന്തുണ്ട്? എല്ലാവർക്കും പേടിയാണ് തമിഴ്നാടിനെ. നമ്മുടെ ആരുമില്ല, ആരും നിർത്താനും സമ്മതിക്കില്ല. ഇവിടെ ആയതുകൊണ്ട് മിണ്ടാതിരിക്കും. പോയ എഞ്ചിനീയർ ചിലപ്പോൾ ഒരു ചീഫ് എഞ്ചിനീയറായിരിക്കും പോയത്. അവരങ്ങനല്ല, അവർ റിട്ടയർ ചെയ്ത 25 ചീഫ് എഞ്ചിനീയർമാരെയും കൊണ്ടാണ് ഡൽഹി പോകുന്നത്. അപ്പോൾ എന്ത് രേഖ വേണോ അതാണ് ഓരോരുത്തരും അതിൻ്റെ എക്സ്പെർട്ടുകളെയും കൊണ്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ സീപ്പേജ് വെള്ളം ചോർന്നു പോകുന്നു. സീപ്പേജ് സ്റ്റഡീസിൻ്റെ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ് വക്കീൽ പറഞ്ഞ ഉടനെ അതെടുത്ത് കൊടുക്കാൻ ഒരു ചീഫ് എഞ്ചിനീയർ ഇരിക്കുകയാണ് ഫയലും കൊണ്ട്. അതുപോലെ ഭൂകമ്പം ഉണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡും കൊണ്ട് വേറൊരാൾ, പരിസ്ഥിതിയും കൊണ്ട് വേറൊരാൾ, ഡാമിൻ്റെ കേടുപാടുകൾ പറ്റിയതിനെ പറ്റി വേറൊരാൾ, ഡാമിനുണ്ടായിരിക്കുന്ന ലീക്ക് അപ്പടി ലീക്കാണ്. ഞാൻ ചെല്ലുമ്പോൾ 78 സ്ഥലത്ത് വെള്ളം ലീക്ക് ചെയ്യുന്നു. 78 സ്ഥലത്ത് നമ്മൾ കിണ്ടിയിൽ നിന്ന് വെള്ളം വീഴുന്ന പോലെ വീഴുകയാണ്. വണ്ണം ഉണ്ടെന്ന് കിണ്ടിയിലെ വണ്ണത്തിട്ടേ ഉള്ളൂ. ഇത്രയും വണ്ണത്തില്ല വെള്ളം ബും ഒന്ന് തള്ളിയാണ് വരുന്നത്. അതായത് 1978 അങ്ങനെ 79-ലുണ്ടായ വെള്ളപ്പൊക്കം, വലിയ ഫ്ലഡുണ്ടായി. ആ ഫ്ലഡിലാണ് ഇത് പേടിച്ചിട്ട് വേളം ഉണ്ടാക്കി, എല്ലാവരും കൂടെ ചേർന്ന് വേളം ഉണ്ടാക്കി. അങ്ങനെ കണ്ടമാനം പത്രക്കാരെല്ലാം എഴുതി. അന്ന് പറഞ്ഞ ഹള്ള് ഉണ്ടല്ലോ, ബോട്ടിന്റെ മുൻഭാഗം ഫുൾ അകത്തേക്ക് കയറുമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് 1978-ലാണത്. 78. അതെ. ഈ 2026-ൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് പറഞ്ഞത്. അതായത് അവർ ഇടയ്ക്കിടയ്ക്ക് നന്നാക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, വാർത്ത വരുന്നുണ്ടല്ലോ പത്രത്തിൽ. മെയിൻ്റെനൻസ് ചെയ്യുന്നു, അല്ലെ അറ്റകുറ്റപ്പണി ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പല അറ്റകുറ്റപ്പണി ചെയ്ത് പല വെള്ളം ചേർന്ന ലീക്കും പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഈ സിമെൻറ്റ് അടിച്ച് കയറ്റിയതും അതുമെല്ലാം ചേർന്ന് അവിടെയൊക്കെ തടഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്ന പറഞ്ഞത്. അതേസമയം ഈ ഹള്ള്, ആ ഹള്ളിനകത്ത് വെള്ളം കുറഞ്ഞപ്പോൾ വേനൽക്കാലത്ത്, കടുത്ത വേനലിൽ വെള്ളം 108 ലെവലിൽ താഴെ പോകും. 150-ൻ്റെ മുകളിലാണല്ലോ കണ്ടത്. അവിടേക്ക് വെള്ളം അടുപ്പിച്ച് നിർത്തിച്ച് വെള്ളത്തിൽ സിമെൻറ്റും കല്ലും വെച്ച് അടച്ചു. അത് ഞാൻ പിന്നെ പോയി കണ്ടു, അടച്ചു. പക്ഷേ അത് എത്ര കാലം നിൽക്കും? അതാണ് കാര്യം. അത് കണ്ടത് അടച്ചത് തന്നെ ശാസ്ത്രീയമായിട്ടാണോ എന്ന് നമ്മളെ ആരെയും കാണിക്കണ്ടേ? നമ്മൾ വേണ്ട, ഞാൻ വേണ്ട, എൻ്റെ ജീവിതം നമ്മുടെ ആരെയും ബോധ്യപ്പെടുത്തുന്നില്ല. അതാണ് ഒരു വിഷയം. ഈ പൊട്ടും എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതിൻ്റെ കാരണം പൊട്ടും എന്നുള്ളത് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക ഡെയിലി. എപ്പോഴാ പൊട്ടുന്നത് അതിൻ്റെ ടെക്നിക്കൽ അറിയാവുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. ഈ കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിനെന്തൊരു ചാൻസ് എത്ര നേരം വേണം? അതായത് അന്നുണ്ടായിരുന്ന എഞ്ചിനീയർമാർക്ക് എല്ലാവർക്കും അറിയാം. അവരോടൊക്കെ മിണ്ടരുതെന്ന് പേടിപ്പിച്ച് കാണും അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരളയോ മറ്റോരോ. അതുകൊണ്ട് ആണ് വേണ്ടാത്തത്, അവർ പിന്നീട് വേണ്ടാത്തത്. ഇപ്പം തന്നെ ഹൈക്കോടതി, സുപ്രീം കോടതി ഈ കേസ് വാദിക്കാൻ പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ ചീഫ് എഞ്ചിനീയറായിട്ടുണ്ടായിരുന്ന ഇലക്ട്രിസിറ്റി ബോർഡിലെ റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ MK പരമേശ്വരൻ നായരാണ്. ആ കൂട്ടത്തിലാണ് NK പ്രേമേന്ദ്രൻ പോയത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്രയും ശാസ്ത്രീയമായിട്ട് അവതരിപ്പിക്കുകയും ലളിതമായിട്ട് പറഞ്ഞു തരികയും ആരോട് എന്തും സംസാരിക്കുകയും ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് MK പരമേശ്വരൻ നായർ. ഇപ്പോഴും ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അങ്ങാരോട് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം നമ്മുടെ പത്രക്കാരാണ്ട് ചെന്ന്, സാറേ മുല്ലപ്പെരിയാറിനെ പറ്റി അങ്ങാരിപ്പോൾ ചോദിച്ചാൽ കൈയെടുത്ത് ആദ്യം തോരും, ഉപദ്രവിക്കരുന്നു. അദ്ദേഹത്തിനും പേടിയാണ്. അതാണ് സംഗതി. അപ്പോൾ ഈ ടെക്നിക്കലായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഇത് ഏത് സമയം പൊട്ടും. പൊട്ടാൻ വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഒരു കടുത്ത മഴ, അതായത് 21 സെൻറ്റിമീറ്റർ മഴ പെയ്താൽ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി. ഇത്തരം ഡാമുകൾ പെട്ടെന്ന് പൊട്ടുന്നതാണ് നമ്മുടെ വടക്കുണ്ടായ ഒരു ഡാം, നമ്മുടെ ഇന്ത്യയിലുണ്ടായ ഡാംസ് ദുരന്തം. അത് തന്നെ ഇവിടെ ആവർത്തിക്കാൻ ഈ 3 ദിവസം 4 ദിവസം തുടർച്ചയായിട്ട് 21 ദിവസം മഴ പെയ്താൽ മതി. മുല്ലപ്പെരിയാറിലെ വെള്ളം 7 അടി പൊങ്ങിയ ദിവസമുണ്ട്. 7 അടി ഒറ്റയടിക്ക് ഒരു രാത്രിയിൽ, നേരം വെളുത്തപ്പോൾ 7 അടി പൊങ്ങിയിരിക്കുന്നു. അങ്ങനെ 3 ദിവസം തുടർച്ചയായിട്ട് പെയ്താൽ 21 അടി വെള്ളം പൊങ്ങും. 21 അടി വെള്ളം പൊങ്ങിയാൽ ഡാം ഒന്നുകിൽ പൊട്ടും അല്ലെങ്കിൽ ഓവർഫ്ലോ ചെയ്യും. അത് 2. മൂന്നാമത്തെ കാര്യം ഭൂചലനം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 3.6 ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്, റെക്കോർഡുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഈ സ്റ്റുഡിയോയിലെ പഴയ കാലത്തെ ഫോട്ടോ ഫിലിം കഴുകില്ലേ, അതുപോലെ കഴുകുന്ന സ്റ്റേഷനുകൾ ഇടമലയാറ്റിലുണ്ടാക്കിയിട്ടുണ്ട്, പള്ളത്തുണ്ടാക്കിയിട്ടുണ്ട്, ഇടുക്കിയിലുണ്ടാക്കിയിട്ടുണ്ട്, ചെറുതോണിയിലുണ്ടാക്കിയിട്ടുണ്ട്, കുളമാവിലുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ 12 സ്റ്റേഷനുണ്ട്. 12 സ്റ്റേഷനിൽ ഭൂചലന മാപിനികൾ സ്ഥാപിച്ച് റെക്കോർഡുകൾ എടുക്കുന്നുണ്ട്. ഡെയിലി രാവിലെ ചെന്നെടുക്കും, കഴുകും, ഫിലിം ചെയ്ത് കൃത്യമാക്കും, റെക്കോർഡാക്കി ഇടും. എന്നിട്ട് ആ റെക്കോർഡ് കേരളത്തിൽ ആർക്കാണ് കൊടുക്കേണ്ടത് അവിടെയും, കാനഡയാണ് അതിൻ്റെ പങ്കാളിത്തം, കാനഡയിൽ ഒക്കെ നേരിട്ട് അയക്കാനുള്ള ഏർപ്പാടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് വഴിയല്ല പോകണം. അങ്ങനെ ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നതാണ്. അപ്പോൾ
ഭൂചലനമടക്കം പരിസ്ഥിതി വിഷയത്തിൽ മാറ്റങ്ങളുണ്ടായിട്ട് ഞാൻ പറഞ്ഞില്ല, കാട്ടിനകത്തൊരു ഉരുൾപൊട്ടലുണ്ടായാൽ അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ട് ക്ലിയറായിരിക്കണം, ചെയ്യുന്നില്ല. ഇപ്പോൾ അത് പറയാൻ കാരണം ചൂരൽമല ഉരുൾപൊട്ടൽ, ചൂരൽമല വയനാട്, ഞാനവിടെ പണിത ഡാമിൻ്റെ അടുത്തുനിന്ന് 12 കിലോമീറ്റർ ഉള്ളൂ, എനിക്ക് എൻ്റെ സ്ഥലം അറിയാം. ഇവിടെ അറക്കളത്തുണ്ടായ ഉരുൾപൊട്ടൽ, ഞാൻ അന്ന് സർവീസിലാണ്, മൂലവറ്റത്ത് തന്നെയുണ്ട്. നമ്മുടെ ഒരു ഈ എന്താ പറയുക ഫിലിം കൊണ്ടു നടന്ന് പ്രദർശിപ്പിക്കുന്ന കോട്ടേഴ്സിലൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് ജോണെന്ന് അയാളെ വിളിക്കുന്നത്, ജോണിയായിട്ട് വരുന്നുണ്ടെന്ന് കേട്ടാൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ്, സിനിമ കാണാം, അതിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ അയാൾ ഇതിനകത്ത് പോയി, അറക്കുള ഉരുൾപൊട്ടൽ ഇയാൾ വഴി വെള്ളത്തിൽ പോയി, കാണത്തില്ല. അതുപോലെ മനോരമയുടെ ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജ്, നിങ്ങൾക്കറിയാമല്ലോ, അയാൾ പോയത് പന്നിയാർ ഉരുൾപൊട്ടലിലാണ്. പിന്നെ ചൂരൽമല ആനക്കാമ്പയിൽ മേപ്പാടി ഞാനുണ്ട്, ഞാൻ അവിടെ വയനാട്ടിൽ ജോലിയാണ്. അന്ന് ഞാൻ പോയി കണ്ടു. ആനക്കാമ്പയിൽ മേപ്പാടിയിൽ ഉരുൾപൊട്ടലുണ്ടായി. 8 കിലോമീറ്റർ നീളത്തിൽ ഒരു പുഴയുണ്ടായി. ഈ ഉരുൾപൊട്ടി വന്ന വെള്ളമെല്ലാം അതിനകത്തോട്ട് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ വെള്ളം എവിടെയായിരുന്നു? അങ്ങനെ ഒരെണ്ണം ഇവിടെ ഉണ്ടായിക്കൂടെ? തേക്കടിയുടെ അങ്ങാറ്റത്തെ മലയിൽ നിന്ന് പൊട്ടി ഇങ്ങോട്ട് ഒഴുകി വരാൻ മേലേ, അല്ലെങ്കിൽ വേണ്ട താഴെ വണ്ടിപ്പെരിയാറിൻ്റെ അകത്ത് അവിടെ നിന്ന് പൊട്ടിയിട്ട് താഴോട്ട് ഇറങ്ങാൻ വരാൻ, എന്ത് വേണേലും ആകാമല്ലോ. കാരണം ഭൂചലനവും ഇതും എപ്പോഴും എവിടെയും സംഭവിക്കും, അതങ്ങനെ. പിന്നെ പ്രത്യേകിച്ച് സിമെൻ്റ് ഇട്ട് പണിതല്ല. അതുകൂടാതെ അറ്റകുറ്റപ്പണി ചെയ്യുന്ന ആരെയും കാണിക്കാറില്ല. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. തേക്കടി പരിശോധനയ്ക്ക് പോകുമ്പോൾ ഈ എന്നോട് അന്വേഷിക്കാൻ പറയുന്നതും ബന്ധപ്പെടാൻ പറയുന്നതും അവിടെ ചെന്ന് പരിശോധിക്കേണ്ട കാര്യങ്ങളും ഒന്ന് റെയിൻഫോൾ, മഴ തലേദിവസം വരെ നമ്മൾ പോകുന്ന ദിവസം വരെ 7 ദിവസം ഇടവിട്ടാണ് പോകുന്നത്. പോയാൽ 1-2 ദിവസം അവിടെ നിൽക്കും, ബാക്കിയെല്ലാം നോക്കും അങ്ങനെ. അപ്പം പെയ്ത് മഴവെള്ളം അളക്കുന്നതിന് അവിടെ റെയിൻഫോൾ സ്റ്റേഷനുണ്ട്. ഡാമിൻ്റെ പുറത്തുണ്ട്, ഡാമിൻ്റെ സൈഡിലുണ്ട്, അകത്ത് അപ്പുറപ്പുറമുണ്ട്, ഇതെല്ലാം എടുക്കണം. ആ റെയിൻഫോൾ സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവ് ഞാനെടുത്തത് കൂടാതെ ഡാം സൂപ്രണ്ടിൻ്റെ രേഖ എടുത്ത് അത് പരിശോധിച്ച് അതിനകത്ത് നിന്ന് എഴുതണം. അയാൾ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം, നിബന്ധമുള്ള. അപ്പോൾ അത് എഴുതണം. അത് എഴുതുമ്പോൾ അതും തമ്മിൽ അല്പ വ്യത്യാസം കാണും, ഉറപ്പാണ്. ആ വ്യത്യാസമൊന്നും നമ്മൾ വേണ്ടി ചെയ്യില്ല. അങ്ങനെ നമ്മൾ കണ്ടത് എഴുതിക്കൊണ്ട് പോകും. 1 അങ്ങനെ റെയിൻഫോൾ എടുക്കണം. 2 ഇവിടെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് കണ്ടോ, ഇതുപോലെ കേടുപാടുകൾ കണ്ടല്ലോ, എന്തെങ്കിലും കണ്ടോ? അപ്പം ഞാൻ എഴുതി 72 എണ്ണം ലീക്ക് പോയിൻ്റ് എണ്ണം വർദ്ധിച്ചു. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ 30-40 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് 72 എണ്ണം ഉണ്ട്. അപ്പോൾ കണ്ടമാനം വെള്ളം ലീക്ക് ചെയ്യുന്നുണ്ട്, അത് കൂടുതൽ ഫോഴ്സിലാണ് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് എഴുതി. 3ാമത്തെ കാര്യം അങ്ങോട്ടുള്ള എൻട്രൻസിൽ നമ്മുടെ ജീവനക്കാരായ ഞങ്ങളെപ്പോലും കടത്തി വിടുകയില്ല. അപ്പോൾ തമിഴ്നാടിന് അവർ പറയുന്ന എല്ലാ ഡിമാൻഡും നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണ്. നമ്മളെല്ലാ കേന്ദ്രവും എല്ലായിടത്തും അംഗീകരിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അത് ഇതൊക്കെ കാരണം, ഇതൊക്കെ അപകടപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ കാണില്ല, നിങ്ങൾ വന്ന് ഒരുപോലല്ലേ, സമ്മതിക്കില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ അതങ്ങനെ പോകും. പിന്നെ പോയിട്ട് ഭൂകമ്പ റെക്കോർഡ് ഭൂചലനം നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ റെക്കോർഡ് കാണിക്കില്ല. പിന്നെ പരിസ്ഥിതിയുടെ വിഷയം എന്തെങ്കിലും റിപ്പോർട്ടുകളോ പരിസ്ഥിതി കാണുമ്പോൾ, ഉദാഹരണം വനത്തിനകത്ത് ഉരുൾപൊട്ടലുണ്ടാവും, മണ്ണിടിഞ്ഞ് വീണ് ഒഴുകി വരും. അപ്പോൾ ചെറിയ കുന്നുകൾ ഒഴുകി വരും. അത് തേക്കടിയിലൊക്കെ അങ്ങനെ വലിയ കുന്നുകൾ ഒഴുകി ലോകചരിത്രത്തിൽ റെക്കോർഡുണ്ട്. 5 ലക്ഷം മില്യൺ ക്യൂബിക് മീറ്റർ മണ്ണുവില ഇടിഞ്ഞ് വീണിട്ട് ഡാമിലേക്ക് വീണിട്ട് ആ ഡാമിൻ്റെ വെള്ളം ഈ മലയുടെ ശക്തി കൊണ്ട് വെള്ളം തെറിച്ച് ഡാമിൻ്റെ പുറത്തുകൂടെ വീണ് താഴെ ഒഴുകി 3 ലക്ഷം പേർ മരിച്ചു. ചൈനയിലെ ഒരു ഡാം, 3 ലക്ഷം പേർ ഒറ്റയടിക്ക് മരിച്ചു, 1 മണിക്കൂറിന് മരിച്ചു. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ പറ്റി റെക്കോർഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ പിന്നെ പോയിട്ട് പിന്നെ കോളനി പണിയുന്ന റോഡ് പണിയുന്ന ആരോട് ചോദിക്കില്ല. അവർക്കതിന് സ്ഥലം കൊടുത്തിട്ടുണ്ട്, പക്ഷേ എന്നതാ പണിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ എടുക്കുകയാണ്. പിന്നെ വെള്ളം കൊണ്ടുപോകുന്നത് കുമളിയിൽ നിന്ന് അങ്ങോട്ട് നടക്കുമ്പം കുറച്ചങ്ങോട്ട് ചെല്ലുമ്പം വെള്ളം ഒഴുകി പോകുന്നതും ആ പൈപ്പിൻ്റെ അവിടെ കണ്ടിട്ടുണ്ടോ? ആ പൈപ്പിൻ്റെ മുകളിൽ കൂടെ അമ്പഴച്ചാലിൻ്റെ വേറൊരു സ്ഥലം, അതിൻ്റെ പേര്, അതിലൂടെ വെള്ളം പരസ്യമായിട്ട് മേൽമണ്ണിൽ കൂടെ ഒഴുകി പോവുകയാണ്. ആ ഒഴുകി പോകുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടാൽ അറിയാം എത്ര വെള്ളം പോകുന്നുണ്ടെന്ന്, നമുക്ക് കണ്ടാൽ അറിയാം. അറിയാൻ വയ്യാത്തവർക്ക് നല്ല വെള്ളം ഒഴുകി പോകുന്നുണ്ടെന്ന് പത്രത്തിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ. പിന്നെ ഇവർ കൂടുതൽ വെള്ളം കൊണ്ടുപോകാനുള്ള സംഗതികൾ സാധിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നറിയോ? ശിവഗംഗ മുതലായ ജില്ലകളിൽ 1 ദശലക്ഷം ഖനിയടി വെള്ളം കൊള്ളത്തക്ക രീതിയിൽ 20 കുളം കുഴിച്ചു. ഓഹോ. അപ്പോൾ വെള്ളം 20 TMC വെള്ളം എന്ന് പറഞ്ഞാൽ TMC എന്നാണ്, 1000 മില്യൺ CFT, അതാണ് TMC. അത്രയും വെള്ളം കൊണ്ടുവന്ന് 20 എണ്ണം കുഴിച്ചാൽ അതിൽ നിന്ന് അവർക്ക് ഉണ്ടാക്കാവുന്ന കറണ്ട് 600 മെഗാവാട്ട്. കുളത്തിലായതുകൊണ്ട് പറ്റിയാലെന്നേ ഉള്ളൂ. അതിൻ്റെ താഴെ അത് കൊണ്ട് കണക്ട് ചെയ്ത്
അതിൻ്റെ താഴോട്ട് അടിച്ച് അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണക്ക് പറയാൻ പോയാൽ ഒരുപാടുണ്ട് അങ്ങനെ. അപ്പോൾ അതാണ് അതിൻ്റെ പണി. പിന്നെ കൃഷി എല്ലാ കാര്യങ്ങളും നോക്കണമല്ലോ. കൃഷി എത്ര വർദ്ധിച്ചു അല്ലെങ്കിൽ എത്ര കൃഷി ഉണ്ടായി എന്നൊക്കെ ചോദിച്ചാൽ പറയല. അതെല്ലാം നമ്മുടെ വെള്ളം കൊണ്ടാണ്. നമ്മുടെ വെള്ളം അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വെള്ളം കൊണ്ടാണ് ഈ കളി കളിക്കുന്നത് മുഴുവൻ. നമ്മുടെ വെള്ളത്തിന് നമുക്ക് വില തരുന്നില്ല, വാടക തരുന്നില്ല. നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ഥലം കൂടുതലെടുത്ത് കൈയേറിയിട്ട് അവരെല്ലാം കെട്ടിടം പണിതിരിക്കുന്നു. പിന്നെ നമുക്ക് അവിടെ കിട്ടുന്ന ആദായം കറണ്ട് ഉണ്ടാക്കിയായാലും മറ്റു രീതിയിലൊക്കെ നമുക്ക് കേരളത്തിന് കിട്ടുന്നതിൻ്റെ കണക്കെടുത്തു. ആ കണക്കിൽ 140 മെഗാവാട്ട് മുല്ലപ്പെരിയാർ മാത്രം മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കിയാൽ 12 രൂപ ഒരു മെഗാവാട്ടിന് 12 കോടി രൂപ. ഒരു മെഗാവാട്ടിന് 12 കോടി രൂപ. അപ്പോൾ 140 എത്രയായി? 140 × 12 1500ഓളം മെഗാവാട്ട് വൈദ്യുതി അതുകൊണ്ട് തന്നെ പോവുകയാണ്. അതിൽ ഒരു യൂണിറ്റ് അല്ല ഒരു മെഗാവാട്ട് വൈദ്യുതിക്ക് 10 ലക്ഷം രൂപ. 10 ലക്ഷം അല്ല 10 കോടി. 10 കോടി രൂപ ചിലവാക്കണം, എന്നാലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 10 കോടി വെച്ചാൽ ഇതായി. ഇങ്ങനെ 15,000 20,000 കോടി അത് തന്നെ. കൃഷി ചെയ്ത് 8 ലക്ഷം ഏക്കർ കൃഷി ചെയ്യുന്നതിൻ്റെ വരുമാനം അവരുടെ കാർഷിക മാഗസിനിൽ പ്രസിദ്ധീകരിച്ചുള്ള കണക്ക് എൻ്റെ കണക്കുണ്ട്. അത് തന്നെ 30,000 കോടി. 30,000 കോടി ആദായം ഉണ്ടാക്കുന്നു കൃഷിയുണ്ട്. പിന്നെ ഇതുപോലെ കറണ്ട് ഉണ്ടാക്കി താഴെ അവർ പൊടിമില്ല് മറ്റു ചെറിയ വ്യവസായങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വരവ് ഇതിങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെ വരുന്ന വരുമാനമെല്ലാം കൂടെ ഒരു ആണ്ടിൽ 50,000 കോടി രൂപയുണ്ട്. 50,000 കോടി രൂപ തമിഴ്നാട് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു 1 കോടി ശരിയല്ല തന്നിട്ടില്ല. അതിന് ഞാനൊരു ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ നാട്ടിൻപുറത്തൊരു കച്ചവടക്കാരൻ വന്ന് വീട്ടിലേക്ക് കയറി വന്നിട്ട് ആടിനെ കൊടുക്കുന്നുണ്ടോ, കന്നാലി കൊടുക്കുന്നുണ്ടോ, മൂര്യ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു വരും. അതിൽ ചില അമ്മമാർ പറയും കറവ തീരാറായി എന്ന് ഈ പശുവിനെ കൊടുത്തേക്കാൻ പറയും. അപ്പോൾ പശുവിനെ കൊടുത്താൽ ഒരു കയറുവാശി എന്ന് പറഞ്ഞ കണക്കുണ്ട്. 100 രൂപ. 100 രൂപ അമ്മയുടെ കൈ കൊടുക്കും. നമുക്ക് തരികയില്ല. അമ്മയുടെ കൈ കൊടുത്തിട്ട് അതിനെ കൊണ്ടുപോകും. അതിനെ പിന്നെ അയാൾ വിറ്റ് കാശാക്കി. അതങ്ങനെ മറ്റാണ് അതിനുള്ള വില അനുസരിച്ച് അതിൻ്റെ കമ്മീഷൻ. ഇങ്ങനെയുള്ള 2-3 കമ്മീഷനുണ്ട്. ഈ കമ്മീഷൻ നാട്ടിൻപുറത്തെ കച്ചവടത്തിൻ്റെ താരിഫാണ്. ആ കമ്മീഷൻ പോലും നമുക്ക് ഇതിന് തരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ വിലയാണ് നമുക്ക് ആവശ്യമുള്ളത്. വെള്ളത്തിൻ്റെ വിലയുണ്ട്, കറണ്ട് ഉണ്ടാക്കുന്നു, കൃഷി ചെയ്യുന്നു, മറ്റു പലതും ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്ക് അതിനോട് പൈസയും തരുന്നില്ല. ഇത് പറയുന്നതിനാണ് ഇവിടെ ആരും തയ്യാറില്ലെന്നത്. എന്താ കാരണം? ഇതിനകത്ത് പലരുടെയും ബിനാമി സ്വത്തുകൾ. അതെ, അതായത് ആപ്പിൾ കൃഷി, ഓറഞ്ച് കൃഷി, മുന്തിരി കൃഷി ഒക്കെ ഉണ്ട്. ഈ കാര്യം ഒരിക്കൽ പത്രക്കാരൻ ചോദിച്ചപ്പോൾ പറയേണ്ടി വന്നു. നമ്മുടെ PCC മുൻ ചീഫ് എഞ്ചിനീയർ ചീഫ് സെക്രട്ടറിയാണ്. തമിഴ്നാടിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത മലയാളിയാണ്. ആ പുള്ളിയോട് പത്രക്കാരൻ അവരുടെ ചോദിച്ചു പറഞ്ഞതൊന്നും പറയാൻ എനിക്ക് അനുവാദമില്ല, അതൊക്കെ വളരെ രഹസ്യമെന്നു. എന്താണെന്ന് ചോദിച്ചു. അങ്ങനെയാണ് പല ഉന്നതന്മാരും ഇതിനകത്ത് കൈ നടത്തുന്നുണ്ട് എന്ന് ആ വാക്ക് റെപ്രൊഡ്യൂസ് ചെയ്ത് ഇതിനകത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞത്. എങ്ങനെ പറയും? അതാണ് ഇപ്പോഴും നടക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആദായം കൊണ്ട് അവർ മിണ്ടുന്നില്ല. ഇപ്പോൾ വേറൊരു കാര്യം, മുല്ലപ്പെരിയാർ സമരം തുടങ്ങിയിട്ട് 21 കൊല്ലമായി. ഈ കൊല്ലം 21. ഒരു 13-14 കൊല്ലമായപ്പോഴാണ് ഈ വിഷയം സുപ്രീം കോടതി വാദിക്കാൻ നേരത്ത് സഹായത്തിന് വേണ്ടി MK പ്രേമചന്ദ്രൻ MP കൊണ്ടുപോയി. പ്രേമചന്ദ്രൻ ഉടനെ നമ്മുടെ ചീഫ് എഞ്ചിനീയറെ വിളിച്ച് സഹായത്തിന്. നമ്മുടെ ചീഫ് എഞ്ചിനീയറും കൂടെ അവിടെ ചെന്നു. തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന 25 ചീഫ് എഞ്ചിനീയർമാർ, 25 എണ്ണം. അവരെ മുഴുവൻ തീറ്റിപ്പോയി അവിടെ ഇട്ടിരിക്കുകയാണ്. വക്കീൽ എന്ത് ചോദിച്ചോ കൊടുത്തു കൊടുക്കാൻ, സുപ്രീം കോടതി വക്കീലിന്. നമ്മളുടെ വാദം ഇങ്ങനെയാണ്. അപ്പോൾ അവസാനം അത് പ്രേമചന്ദ്രൻ തന്നെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ ആളുകൾ പോകുന്നില്ല, നമ്മുടെ ആളുകൾ പോകുന്നതിനെ ചോദിച്ചാൽ തരാനില്ല, അതുപോലെ നമ്മുടെ ആളുകൾക്ക് കാശ് കൊടുക്കില്ല. ഇവരൊക്കെ ചീഫ് എഞ്ചിനീയർമാരല്ല, അപ്പോൾ ഇവർക്ക് TDA കൊടുക്കണ്ടേ? അത് ഇല്ല, കൊടുക്കുകയില്ല. തമിഴ്നാട് അങ്ങനെയായിട്ട് എല്ലാവർക്കും സുഭിക്ഷം ചാപ്പാടും എല്ലാം കൊടുത്ത് അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. അങ്ങനെ അവർ പറയുന്നത് കേട്ടാണ് വാദം നടക്കുന്നത്. ആ വാദത്തിൽ സുപ്രീം കോടതിക്ക് തെളിവല്ലേ ആവശ്യം? ഏത് കോടതിക്കും തെളിവാണല്ലോ ആവശ്യം. തെളിവ് ചോദിക്കുമ്പോൾ അവർ പറയുന്നതെല്ലാം കേട്ട് സുപ്രീം കോടതി കുറിക്കും. എന്നിട്ട് അതിനകത്ത് നിന്ന് സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് എഴുതും. ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അന്വേഷിക്കും ഞാൻ വീണ്ടും പറയാണ്, പരിസ്ഥിതി വിഷയം, ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ വിഷയം, ടെക്നോളജി വിഷയം, പിന്നെ ബലപ്പെടുത്തൽ നടത്തി എന്ന് പറയുന്നത്. ബലപ്പെടുത്തൽ നടത്തണമെങ്കിൽ രണ്ടുപേർ തമ്മിൽ തർക്കമുള്ളൊരു സാധനം ബലപ്പെടുത്തൽ നടത്തണമെങ്കിൽ അയാളെ കാണിക്കണ്ടേ? അപ്പോൾ കേരളത്തിലെ ആരെ കാണിച്ചു? ആരും കാണിച്ചില്ല. പിന്നെ അവർ പറഞ്ഞു ഡാം തുറന്ന് ഈ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഇവിടെ നമ്മുടെ ഇടുക്കിയുടെ കുറത്തി മല പോലെ മുല്ലപ്പെരിയാർ ഡാം നിൽക്കുന്ന അപ്പുറത്തൊരു മലയുണ്ട്, ഇപ്പുറത്തൊരു മലയുണ്ട്, ചെറിയ മലയാണ്. അതിനകത്തോട്ട് തുറന്നകത്തോട്ട് ഇറങ്ങിയാൽ 6 ഇഞ്ച് വരെ വണ്ണത്തിൽ 6 ഇഞ്ച് ഉള്ള പൈപ്പ്, അത് വരെ അത്രയും പൈപ്പ് വരെ ഇറക്കി
ഡാമിൻ്റെ അടിയിലോട്ട് 100 മീറ്റർ വരെ 100 മീറ്റർ 300 അടിയായി 300 അടി വരെ താഴെ കൊണ്ടുപോയിട്ട് അതിനകത്തേക്ക് സിമെൻറ്റ് കലക്കി അടിച്ചു കയറ്റിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അവർ പറഞ്ഞാൽ മതി, നമ്മളെ കാണിക്കണ്ടേ? അങ്ങനെ ബലപ്പെടുത്തിയിരിക്കുകയാണ്. ഡാമിൻ്റെ ഇവിടെ ഒരു കമ്പി തുളച്ച് കയറ്റിയിട്ട് ഇത് പിടിച്ചിട്ട് ബലപ്പെടുത്തി നിർത്തിയാൽ ഇവിടെ നിൽക്കുന്ന ഡാം ഇവിടെ നിൽക്കും. അത് ന്യായമാണ്. പക്ഷെ കാണണ്ടേ? ആരും കാണിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ ഇടുക്കി ഡാമിൽ ചെയ്തിട്ടുണ്ട്. ഇടുക്കി ഡാമിൽ കുറത്തി മലയിലോട്ട് തുറന്ന് അപ്പുറം ഇപ്പുറം 2 ആങ്കർ എന്നാണ് പറയുന്നത്. ആങ്കർ ഇറക്കിയിട്ടുണ്ട്. ആ ആങ്കർ ഇറക്കുമ്പോൾ ഞാനുണ്ട്, എനിക്കറിയാം കാണേണ്ടത്. അല്ലെങ്കിലും അത് ഞങ്ങളൊക്കെ എല്ലാവരും കണ്ടാൽ പോണത്. ഇറക്കി അതിനകത്ത് സിമെൻറ്റ് ഗ്രൗട്ട് ഇറക്കി. സിമെൻറ്റ് ഗ്രൗട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കൊള്ളിടത്തൂടെ അത് ഒഴുകി വരും. ഇതിൻ്റെ പ്രഷർ കാരണം 400 പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് പ്രഷറിലാണ് ഇത് ഇറക്കുന്നത്. അടിച്ചു കയറ്റിയ സാധനം ഇവിടെ ഇറക്കുന്ന സാധനം അവിടെ ലീക്കുണ്ടെങ്കിൽ അവിടെ വരും. അത് വെള്ളത്തിൽ കൂടെ ഒഴുകി വണ്ടിപ്പിലായി വരും. അങ്ങനെ തിരിച്ചറിയാം ഡാം പണി നടക്കുന്നുണ്ടെന്ന്. ഇതായി ഇങ്ങനെ എന്തെല്ലാം ഒളിച്ചു വയ്ക്കാൻ കഴിയുമോ അതെല്ലാം ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പോയിൻ്റ്. തമിഴ്നാടിനോട് നമുക്ക് വിരോധം ഉണ്ടായിട്ട് എല്ലാവർക്കും വെള്ളം കൊടുക്കുക. എല്ലാവരും പറഞ്ഞു എന്തെങ്കിലും ചോദിച്ചാൽ പത്രക്കാർ ചോദിച്ചാൽ പറഞ്ഞവർ വെള്ളം കൊടുക്കില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. വെള്ളം കൊടുക്കാം, പക്ഷേ നമുക്ക് ജീവനാണ് പ്രശ്നം. ഈ ജീവനല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ വെള്ളം എവിടെ? നമ്മുടെ കാശ് എവിടെ? നമ്മുടെ വില എവിടെ? നമുക്ക് എന്തുകൊണ്ട് തരുന്നില്ല? അല്ലെങ്കിൽ നമ്മുടെ എഗ്രിമെൻ്റ് എന്തുകൊണ്ട് ആളുകൾ കാണിക്കില്ല? മുല്ലപ്പെരിയാർ എഗ്രിമെൻറ്റും പറമ്പുകൾ എഗ്രിമെൻറ്റും അതിൻ്റെ എഴുതിയ കാലത്തെ എഗ്രിമെൻറ്റ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഒന്നിൻ്റെ ബാക്കിയില്ല. ബാക്കി ആരുടെയും ഇല്ല. തരിയല്ലോ. ചോദിച്ചാൽ പറയാം ഇപ്പോൾ വരാൻ പറ്റിയല്ലോ. ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഡാം തിരിച്ചു പിടിക്കാൻ പറ്റുമോ? തിരിച്ചു പിടിക്കാൻ പറ്റാത്തതിന് അതല്ലേ പ്രശ്നം. അതായത് നമ്മൾ തിരിച്ചു പിടിക്കാൻ പോയാലോ അതുണ്ടായ ഒരു കാര്യം പറയാം. അച്യുതാനന്ദൻ ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് കുമളിയിലൊരു സമരം സ്റ്റാർട്ട് ചെയ്തു. ഉപ്പുതറ സമരക്കാരെ ഇളക്കി വിട്ട് എല്ലാം കൂടി ചേർന്നാണ് മുല്ലപ്പെരിയാർ തിരിച്ചു തരിക. മുല്ലപ്പെരിയാർ ഒഴിഞ്ഞു പോവുക, തമിഴ്നാട് ഒഴിഞ്ഞു പോകുക. ഇങ്ങനെയൊക്കെ മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ച്, വാൾപോസ്റ്റൊക്കെ എഴുതി വെച്ച്, കുമളിയിൽ എല്ലായിടത്തും ഹോട്ടലിൽ അവിടെ ഇവിടെയൊക്കെ എഴുതി ഒട്ടിച്ചു വെച്ചതിൻ്റെ പിറ്റേ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഇറച്ചി തടഞ്ഞു, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി തടഞ്ഞു, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അരി തടഞ്ഞു. അങ്ങനെ എന്തെല്ലാം ഇങ്ങോട്ട് വരുന്നു അതൊക്കെ തടഞ്ഞു. അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞു, പീരുമേട് കുടുംബത്തിൽ താലൂക്ക് ഞങ്ങൾക്ക് കൊടുങ്ങേ, ഉങ്ങൾക്ക് അരിശി താൻ വിഷയം, അരിശി കൊടുക്കാമെന്ന്. അപ്പോൾ അവൻ്റെ ലക്ഷ്യം എന്നാ? 2 താലൂക്ക് വേണം. 2 താലൂക്ക് പോയാലാണ് ആരും പറയുന്നില്ല. ഇവിടെ ഒരു മനുഷ്യനും പറഞ്ഞില്ല. ആ താലൂക്ക് പോയാലുള്ള കുഴപ്പം ഈ താലൂക്കിലാണ് ഇടുക്കി ജില്ലയിൽ ഇടുക്കി താലൂക്ക് ഇരിക്കുന്നത്, അത് ഇടുക്കി ഡാം ഇരിക്കുന്നു. ഈ താലൂക്കിൻ്റെ അങ്ങാറ്റത്താണ് പൂയംകോട്ടി ഇടമലയാറൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം മുഴുവൻ അവർക്ക് പോകില്ലേ? അവകാശമല്ലേ? തുല്യ അവകാശം. നദീ അവകാശം പറയുന്ന കുന്നിൻ്റെ പുറത്തുനിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഇപ്പുറത്തോട്ട് ഒഴുകുന്നത്, ഇങ്ങനെ നമുക്കും അപ്പുറത്തോട്ട് ഒഴുകുന്ന അവർക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ അതിനും അവകാശം പറഞ്ഞാൽ ഇത് മുഴുവൻ പോകും. അപ്പോൾ അത് വരുമ്പോഴും നമ്മുടെ വിദ്യാന്മാർ പറയുന്നില്ല. അതായത് ഇതൊന്നും കൃത്യമായിട്ട് കോടതിയെ ബോധിപ്പിക്കാൻ കഴിയുന്നില്ല. അതൊരു വശം. കോടതി ബോധിപ്പിക്കാൻ ചെന്നാൽ അത് ഈ പ്രശ്നമാണ്. ജയലളിത പറഞ്ഞ പോലെ എല്ലാവരുടെയും കയ്യിൽ ഉപ്പ് പറയൽ അല്ല ഓറഞ്ചും മുന്തിരിയിപ്പുണ്ട്, ഞാൻ വിളിച്ച് പറയുന്നു ഒറ്റയാണത്തിന്. ഇപ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരാണ്ടിൽ 9,000 കോടി രൂപയാണ് കറണ്ട് വാങ്ങിക്കാൻ ചിലവാക്കിയത്. തമിഴ്നാട് അന്യ സംസ്ഥാനങ്ങളിലോട് വാങ്ങിച്ചത്. അങ്ങനെ വാങ്ങിച്ച കറണ്ട് വാങ്ങിച്ചിട്ട് ഇവിടെ നമുക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു കറണ്ട് കട്ടില്ലാത്ത 10 കൊല്ലം ഞങ്ങൾ ഭരിക്കുന്നു. എനിക്ക് പറയാൻ പറ്റുമോ? ഇതിൻ്റെ രഹസ്യം ഇതാ. ഇവിടുന്ന് കറണ്ട് വിലയ്ക്ക് മേടിച്ചിട്ട് ആ കറണ്ട് ഇവിടെ വിതരണം ചെയ്തു. അതേസമയം ആ കറണ്ട് വിതരണം ചെയ്യാതെ കൊടുക്കാതെ വാങ്ങിക്കാതെ നമുക്ക് എന്തുകൊണ്ട് ഈ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ചെയ്തുകൂടാ? അത് പറയാൻ ഞാൻ എന്തായാലും. നമ്മുടെ പ്രോജക്റ്റ്, നമ്മുടെ വെള്ളം, നമ്മുടെ നദി, അതാണ്. ഒരു നദിയും ഇൻ്റർസ്റ്റേറ്റ് ഡിസ്പ്യൂട്ടുള്ള നദിയല്ല. പെരിയാർ നമ്മുടെ കൂടെ ഉത്ഭവിച്ച് ഒഴുകുന്ന വരും നമ്മുടെ ഇടയ്ക്കൂടെ. അതുപോലെ എല്ലാ നദിയും പറമ്പുകളും ശിരുവാൻ ഷോളയാർ ചാലക്കുടി പുഴ എല്ലാം നമ്മുടെയാണ്. വടക്കോട്ട് മലബാർ അങ്ങേ അറ്റം വരെ നമ്മുടെയാണ്. കുന്തിപ്പുഴ ഒഴുകുന്നത് നമ്മുടെയാണ്. അതിനകത്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നിരിക്കുന്ന ചില ചില്ലറ കൈവഴികൾ ചേർന്നിട്ടുണ്ടതുള്ളൂ. കാവേരി, അങ്ങനെയാണ് കാവേരി പോകുന്നത്. ഇവിടെ പാമ്പാർ നീരാറ് ഇടമലയാറിൻ്റെ മുകളിൽ അതുകൊണ്ട് അത് അങ്ങോട്ടാണ് പോണേ. ഇങ്ങനെയുള്ള നദികളുടെ പ്രശ്നമേ ഉള്ളൂ. അത് തന്നെ ഒരു കരാർ അഗ്രിമെൻറ്റും ചർച്ച ചെയ്ത് തീർക്കാനുള്ളതേ ഉള്ളൂ. അത് ചെയ്യുന്നില്ല. പറഞ്ഞാൽ അവരെന്ത് പറയുന്നു അവിടെ ഒപ്പിട്ട് കൊടുക്കുകയാണ്. അതാണ് നമ്മുടെ മുൻ സെക്രട്ടറി പറഞ്ഞു, ചീഫ് സെക്രട്ടറി പറഞ്ഞത്. ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ ഈ ഒരു കരാറ് റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞു, അത് പുതുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? കരാർ പുതുക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കണ്ടേ? ആരോട് പറയും? ആര് പറഞ്ഞാൽ കേൾക്കും? ആര് പറയും? അതൊരു ചോദ്യം. ആര് പറയും? ഒന്നാമത്തത് ആര് പറഞ്ഞാലും ശരി തമിഴ്നാട് കേൾക്കണമെന്ന് നിർബന്ധമില്ല. അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട അതാണല്ലോ ഇന്നത്തെ MLA യും ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. സിനിമാടനാണ് പുള്ളിക്ക്, സിനിമയാണല്ലോ അവിടുത്തെ കാര്യം. വിജയ് സിനിമാടൻ പുള്ളി പറഞ്ഞിരിക്കുകയാണ് കേരളത്തിന് അങ്ങനെ കൊടുക്കാൻ ഒക്കെയല്ല, ഡാം പണിയാൻ ഒക്കെയല്ല, പുതിയ ഡാം പണിയാൻ ഒക്കെയല്ലെന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്യും? പിന്നെ എന്ത് ചെയ്യണം? അപകടം വന്നാൽ നേരിട്ടണമെന്നാണ്. അപകടം വന്നാലുള്ള കഥ അയാളെ അറിയുന്നില്ല.
അപകടം വന്നു എന്ന് വിചാരിക്കുക. സപ്പോസ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ആ വെള്ളം അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് പൊട്ടിയാൽ ആ ഡാമിലെ വെള്ളം ഒഴുകി വരുന്നത് 1 മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയില്ല. അത് ഊഹിക്കാൻ പറ്റുമല്ലോ നമുക്ക്. വണ്ടി ഓടുകയാണ്, നമ്മുടെ കാർ അംബാസഡർ കാറ് 60 കിലോമീറ്റർ മുകളിൽ കയറിയാൽ നമുക്ക് തന്നെ പേടി വരില്ലേ ഓടിച്ചാൽ? നമ്മൾ തന്നെ ഓടിക്കുകയാണെങ്കിലും ആ സാധനം 120 കിലോമീറ്റർ വേഗതയിൽ ഓടിയാൽ വഴി കിടക്കുന്ന ഒരു ടിപ്പറെ വെച്ച് ഇടിച്ചെന്ന് വിചാരിക്കും, അല്ലെ JCB ഒറ്റ കൊണ്ട് ഉണ്ടെന്ന് അത് ഇടിച്ചാൽ എങ്ങനെ ചെയ്യും? ആ സംഭവം മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ആ വെള്ളം ഇങ്ങോട്ട് വരും. അത് കേരളത്തിലേക്കാണ് വരുന്നത്, കേരളത്തിലേക്ക് വരുന്നത്. അതാണ് അത്. ഇവിടെ ചില വിദ്യാന്മാർ ചിലപ്പോൾ ഇടുക്കി, തേക്കടി, അല്ല പത്തനംതിട്ട ജില്ലയും മുഴുകി പോകുന്നു. പത്തനംതിട്ട ജില്ലയിൽ ജില്ലയില്ല പോകത്തില്ല. നേരെ വരുന്നത് നമ്മുടെ അറബിക്കടലിന്റെ റാണി എന്ന് പറയുന്ന കൊച്ചിയിലേക്കാണ്. ചെറുതോണി ഡാമിലേക്ക് വരും. ചെറുതോണി ഡാമിൻ്റെ മേളിൽ കൂടെ ഓവർഫ്ലോ ചെയ്ത് തടിയമ്പാട്, ചുരുളിഗിരിത്തോട് എല്ലാം കഴിഞ്ഞ് ലോവർ പെരിയാർ വരും. ലോവർ പെരിയാർ നേര്യമംഗലത്ത് വരും. നേര്യമംഗലത്ത് വന്ന് നേര്യമംഗലം പവർ ഹൗസ് മൂടി വെള്ളം ഒഴുകിയിട്ട് ലോവർ പെരിയാർ, ഭൂവത്താങ്കെട്ട് എല്ലാം. ഭൂവത്താങ്കെട്ട് പഴയതാണ്. അവിടെ ചെന്ന് ഒറ്റയടി തീർന്നു. ഭൂവത്താങ്കെട്ടും കൊണ്ട് താഴോട്ട് ചെല്ലുമ്പം ആലുവ ദേശം പ്രദേശത്ത് വെള്ളം. ആലുവ പിന്നെ പാലം, ദേശം പാലമല്ല, വേറെ പാലമുണ്ട്, മാർത്താണ്ഡവർ പാലം. ആ പാലത്തിന് മുകളിൽ 8 അടി വെള്ളം പൊങ്ങും. അതിന് മുകളിൽ പൊങ്ങും. അത് അത്രയും വെള്ളം പൊങ്ങിയാൽ എന്താ പ്രദേശം? പറവൂർ, കൊടുങ്ങല്ലൂർ എല്ലാം വെള്ളത്തിലായല്ലേ. എത്ര പേര് ചത്തുമലച്ച് കിടക്കും. ഇതൊന്നും ആരും പറയുന്നില്ല. അതാണ് എനിക്ക് അപകടം ആരും പറയുന്നില്ല. അപകടം പറയുന്നത് തന്നെ ഓടി വന്ന് ആവേശത്തിനൊന്ന് പ്രസംഗിച്ചിട്ടാൻ പോകും. രാഷ്ട്രീയക്കാരതല്ലേ, അവർക്കതേ ഉള്ളൂ. ഈ വെള്ളം വരുന്നതെന്ന് പറയുമ്പം ഈ നിലവിൽ ആലുവയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടല്ലോ, ക്ഷേത്രം പൊങ്ങുന്നത്, ആ ഒരു നിലയിലെ പൊങ്ങത്തുള്ളെന്നായിരിക്കും എല്ലാവരുടെയും ഒരു ധാരണ. അങ്ങനെ ധാരണ. ആ ധാരണ മറിച്ച് ഞാൻ എഴുതിയിട്ട് 8 കൊല്ലം മുമ്പ് അതുപോലെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ആലുവയിൽ നിന്ന് തന്നെ ആളുകൾ ചോദിച്ചു, വായിച്ചു, എൻ്റെ സാറേ ഇതാണോ സത്യം? ഞങ്ങൾക്ക് പേടിയാവുന്നു പറഞ്ഞു. ഞാൻ പേടിയാവുന്ന ഞാൻ മാർത്താണ്ഡവർമ്മ പാലത്തിന്റെ പൊക്കം വരുമ്പോഴത്തേക്ക് മെട്രോ വരെ മുങ്ങും. ഇനി കഴിഞ്ഞ തവണത്തെ വെള്ളപ്പൊക്കം 2018 2019 വെള്ളപ്പൊക്കമാണല്ലോ നമ്മുടെ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്കം. അതിന് മുമ്പ് അമ്മമ്മമാർ പറഞ്ഞിട്ട് 99 വെള്ളപ്പൊക്കം ആടാ നീ ഉണ്ടായെന്ന് പറയും. ആ വെള്ളപ്പൊക്കം അത്ര ഭീകരമായിരുന്നു. ആ വെള്ളപ്പൊക്കത്തിൻ്റെ അടയാളം അങ്കമാലി, ചാലക്കുടി താഴെ, പിന്നെ പെരിങ്ങൽക്കുത്ത് അതിൻ്റെ താഴെ, മലക്കപ്പാറയ്ക്ക് താഴെ, അവിടെയുള്ള ചില പ്രദേശങ്ങളിലെ ഒറ്റപ്പെട്ട ഇല്ലങ്ങളുണ്ട്. വീട്, പഴയ വീടുകൾ. അതിൻ്റെ തറയിൽ, അതിൻ്റെ അറപ്പരയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് അന്നത്തെ റെക്കോർഡാണെന്ന് തെളിവുണ്ട്. ആ റെക്കോർഡിൽ എഴുതി വെച്ചിരിക്കുന്നു ഇതാണ് അവിടെ അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായതെന്ന്. അതിൻ്റെ ലെവലിൽ നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാവുന്ന പ്രദേശങ്ങൾ ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ വെള്ളത്തിൽ പോകും ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ്. അങ്ങനെ വെള്ളത്തിനെ പറ്റി അത്രയും ഡീറ്റെയിൽസായിട്ടും ഭൂകമ്പത്തെപ്പറ്റി, പരിസ്ഥിതിയെപ്പറ്റി, വനനശീകരണത്തെപ്പറ്റി, ഇപ്പോൾ കുമളിയിലുള്ള വെള്ളം കുടിയെപ്പറ്റി, കുമളി വ്യവസായവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ ടൂറിസം കൊണ്ടാണ് കുമളി വളർന്നിരിക്കുകയല്ലേ. ഡാം പൊട്ടിയാൽ ഇതുണ്ടാവുമോ? കുമളി ഇല്ലാതാവില്ലേ? കുമളി ഇല്ലാതാകാൻ കുമളിയിൽ നിന്നൊരു പട്ടണം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ പറയേണ്ടി വരും. ഒഴുകി തീർന്നു, അവിടെ പോകും, പഴയ മുസ്ലിസ് പോലെ ആവും. അപ്പം നമുക്ക് ഇപ്പം കേരള സംസ്ഥാനം ഒറ്റക്കെട്ടായിട്ട് വിചാരിക്കണം. ഇതിന് പരിഹാരം ഞാൻ അങ്ങനല്ല, ഒറ്റക്കെട്ടായിട്ട് തീരുമാനം എന്നെടുക്കുക. ഇത്ര രാഷ്ട്രീയക്കാരാ ഇവരല്ലേ ഭരിക്കുന്നത്. ഉദാഹരണം, ഇന്ന് തന്നെ നമ്മുടെ വിശേഷാൽ വിദഗ്ധ സമിതി അംഗത്തെ പിൻവലിച്ചു കേന്ദ്രമല്ല പിൻവലിച്ചത്, അതിനൊട്ടൊക്കെ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി പിൻവലിച്ചു. അപ്പോഴാണ് ഇവിടുത്തെ ഏതോ ഒരു MLA അതിനൊരു പരാതി പറഞ്ഞു. പത്രത്തിലുണ്ട് പരാതിയെ പറഞ്ഞിട്ടുള്ളൂ. അതോടനെ ഇവർക്കൊരു 10 MLA കൂടി ഒരു പ്രതിഷേധ പ്രസ്ഥാനം നടത്തി ഒരു പത്രവാർത്ത കൊടുക്കാമല്ലേ, ചെയ്തില്ല. അതങ്ങനെ പേരിനൊരു പരാതി. അതാണ്. അപ്പോൾ അവിടെയൊക്കെ മിടുക്കനാകുക എന്നുള്ളത്. കാരണം ഞാനും ചെയ്തില്ലല്ലോ, നിങ്ങളെ ഉപദ്രവിച്ചില്ലല്ലോ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇവരുടെ നിപ്പ്. അത് കൂടാതെ നിലവിലെ മുഖ്യമന്ത്രിയോട് എന്താ പറയാനുള്ളത്? നമ്മുടെ VD സതീശൻ മുഖ്യമന്ത്രിയോട് എന്താ പറയാനുള്ളത്? എന്നോട് ഇതാരും ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ കാത്തിരിക്കുക, ഞാൻ കാത്തിരിക്കുക. പത്രത്തിൽ വാർത്ത വന്നവിടെ VD സതീശനോട് ആരും ചോദിച്ചിട്ടില്ല. VD സതീശനെ പറഞ്ഞിട്ടുമില്ല. സ്വയം പറയേണ്ടതാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പുള്ളി, സ്വയം പറയേണ്ട. പണ്ട് അച്യുതാനന്ദൻ അങ്ങനെ ചെയ്തായിരുന്നു. അപ്പോൾ ഇയാൾക്ക് പറയാൻ പറ്റും, തമിഴ്നാടും കേരളവുമായിട്ടുള്ള വെള്ളപ്രശ്നം ചർച്ച ചെയ്യാം. അത് പുതിയ മുഖ്യമന്ത്രി, ഇവിടെയും പുതിയ മുഖ്യമന്ത്രി, അവിടെയും പുതിയ മുഖ്യമന്ത്രിയാണ്, ചർച്ച ചെയ്യാം, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നെങ്കിലും പറയണ്ടേ? പറഞ്ഞിട്ടില്ല.
അപ്പോൾ സാർ ഇതിനെ പറ്റിയിട്ടൊക്കെ വിശദമായി ബുക്കുകളിൽ എഴുതിയിട്ടുണ്ട്. ബുക്കുകളിൽ എഴുതി തന്നെയല്ല, ഞാൻ സർവീസിൽ കയറുന്ന കാലം മുതൽ ഇടുക്കിക്ക് ഒരു ഗുണം എന്നാ വെച്ചാൽ 14 കൊല്ലത്തേക്ക് എന്നെ എങ്ങും വിട്ടില്ല. അപ്പോൾ ഇടുക്കിയും തേക്കടിയും ഇടുക്കിയിലുള്ള സകല ഡാമിനെ പറ്റിയും സകല പ്രോജക്റ്റിനെ പറ്റിയും എൻ്റെ കയ്യിൽ റെക്കോർഡുള്ളതുകൊണ്ട് എനിക്കതെല്ലാം പഠിച്ച് എപ്പോഴും അതുകൊണ്ട് എനിക്ക് 1400 ലേഖനമുണ്ട് എൻ്റെ കയ്യിൽ. 1400 ലേഖനം. ഒരു ദിവസം പത്രത്തിൽ ഒരു ലേഖനമല്ലേ പ്രസിദ്ധീകരിക്കാൻ പറ്റുള്ളൂ. 1400 ലേഖനം കെട്ടിപ്പൂത്തി വെച്ചിരിക്കുകയാണ്. അതിൽ അങ്ങനെ ഇരിക്കുമ്പം ഒരു 100 എടുക്കും, പുസ്തകമാക്കും. അങ്ങനെ പുസ്തകമാക്കിയതാണ് ഈ മുല്ലപ്പെരിയാറിൻ്റെ കനമുള്ള പുസ്തകമൊക്കെ. ഇത് അതിൻ്റെ ഒരു അത്യാവശ്യം പ്രസംഗിക്കാൻ കൊണ്ടുപോയി എറണാകുളത്ത് അവിടെ പാല ടൂറിസ്റ്റ് ഹോമിൽ പ്രസംഗിക്കാൻ പോയപ്പം പെട്ടെന്നൊരു കൈപ്പുസ്തകം വേണമല്ലോ, അതിന് വേണ്ടി തയ്യാറാക്കി പ്രിൻ്റ് ചെയ്തതാണ്. അപ്പം ഏറ്റവും കൂടുതലും ഏത് ബുക്കിലാണ് സാർ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം എഴുതിയേക്കുന്നത്? മുല്ലപ്പെരിയാർ തന്നെ ഹെഡിങ്ങിലുണ്ട്. മുല്ലപ്പെരിയാർ 1001 മാത്രം എന്നാണ് ഹെഡിങ്. അതാണ് ഏറ്റവും നല്ല പുസ്തകം. ആ ബുക്ക് ഇപ്പം വിപണിയിലുണ്ടോ? വിപണിയില്ല, ഭയങ്കര ഡിമാൻഡായിരുന്നു. ഒന്നുകൂടെ പുനഃപ്രസിദ്ധീകരിക്കാൻ ആലോചിക്കുന്നു. രണ്ടാമതൊന്ന് പഠിക്കാൻ നേരത്താണ് ഞാൻ DC ബുക്സിനെ കണ്ടത്. ശരി, ആർക്കും താല്പര്യമില്ലേ? അവർക്ക് ആർക്കും താല്പര്യമില്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കളഞ്ഞു. അതാണ് ഇതന്നെ വലിയ അത്ഭുതമായിപ്പോയി. ഇത് വായിച്ചിട്ട് പലരും പറഞ്ഞത്, എടോ ഇതിന് തനിക്കിട്ടൊന്നും കിട്ടിയില്ലെന്നാണ് ചോദിച്ചത്. അത് ഏത് ബുക്കാ ഈ മുല്ലപ്പെരിയാർ 1001? ഈ വിഷയം ഇങ്ങനെ എഴുതിയതിന് എൻ്റെ കൂടെ ജോലി ചെയ്ത എക്സിക്യൂട്ടീവർമാരും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരും അവരൊക്കെ വായിച്ചിട്ട് അവർക്കെല്ലാം കോപ്പി കൊടുത്തു. അവർ വായിച്ചിട്ട് എടോ തന്നെ ഇപ്പോഴും താൻ ഇരിപ്പുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ എന്നുവെച്ചാൽ അത്രയ്ക്ക് ദേഷ്യമാണ് ഇതിനെപ്പറ്റി ആളുകൾക്ക്. ഈ ഇങ്ങനെ എഴുതുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. എന്തിനാ പിണക്കം പിടിച്ചു നിൽക്കുന്നത് അതിനോട് ചോദിച്ചത്. അതാണ് കഥ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പുനഃപ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? ആവശ്യക്കാരുടെ പ്രസിദ്ധീകരിക്കാമല്ലോ. ആവശ്യക്കാരെന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ മുടക്കുന്ന കാശ് കിട്ടും. ഉദാഹരണം, ഇതിനുള്ള ഇത്രയും എഴുതുന്നതിന് ഇതിന് 40 രൂപ. അപ്പോൾ 1000 കോപ്പി 40,000 രൂപയായി. 40,000 രൂപ മുടക്കി ഞാൻ ഒരെണ്ണം പ്രസിദ്ധീകരിച്ചാൽ ഇതെങ്ങനെ വിറ്റ് കാശാക്കും? ഒന്നുമില്ല ഏജൻസി വേണം, അല്ലെങ്കിൽ പത്രക്കാർ വേണം, അല്ലെങ്കിൽ പിന്നെ ബുക്ക് സ്റ്റാൾ വേണം, അതും അല്ലെങ്കിൽ സംഘടനകൾ വേണം. എൻ്റെ പല പുസ്തകങ്ങളും സംഘടന ചെയ്തേക്കണം. ഈ സ്വദേശി സയൻസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ സംഘടനയുണ്ട്, ശാസ്ത്രം മാത്രം. അതിനകത്താണ് ഞാൻ കൂടുതൽ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചേക്കുന്നത്. അപ്പോൾ അത് കൊണ്ടുപോകുള്ളൂ, അവർ കൊടുക്കുള്ളൂ. അവർ എക്സിബിഷനിലും പിന്നെ കോളേജിലൊക്കെ നടക്കുന്ന സെമിനാറുകളിലൊക്കെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചിട്ടാണ് മുഖ്യ അതിഥി പ്രസംഗിക്കുന്നു. അപ്പോഴത്തേക്കും അത് വായിച്ചിട്ട് പോയി എല്ലാ പ്രസംഗം കഴിയുമ്പോഴത്തേക്കും ഇവിടെ പ്രസംഗം ചെയ്യും. അങ്ങനെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സേവ് കേരള ബ്രിഗേഡിയർ എന്ന സംഘടന വിചാരിച്ചാൽ പുനഃപ്രസിദ്ധീകരിക്കാൻ കഴിയും. അതിനകത്തുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു. ഈ റോയി അറിയില്ലേ, റോയി വക്കീല്, എന്നോടാണ് ആദ്യം വന്ന് പുസ്തകം ചോദിക്കുന്നത്. ഈ രംഗത്ത് ഈ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നോട് പുസ്തകം ചോദിച്ചു. ഞാൻ ഒരു പുസ്തകം കൊടുത്തു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്താണ്, ഞാൻ വായിച്ചു സാറേ എന്ന് പറഞ്ഞു. വേറെ ഒരു അക്ഷരം ഉണ്ടതില്ല. അത്രേ ഉള്ളൂ, ഗൗരവം അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പുള്ളി ഒറ്റയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ചില മീറ്റിംഗ് നടത്തി പത്രവാർത്ത ഇടുന്നതൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ വേറൊരാൾ ചോദിച്ചു, ഇയാളെ പറ്റി എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. എൻ്റെ സാറേ അത് മിണ്ടായിരിക്കുന്നല്ലോ എന്ന്. ഇതാണ് കഥ. എല്ലാവർക്കും പേടിയാണ്. അതാണ് വിഷയം. അപ്പോൾ സാറ് അവിടെ ജോലി ചെയ്തതിൻ്റെ ഇടയിൽ മറക്കാനാവാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഏതാ? ജോലി ചെയ്ത കാലത്തെ മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അനുഭവങ്ങളേ ഉള്ളൂ. എന്തൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്? ഈ ഇപ്പോഴും പേടിപ്പിക്കുന്നൊരു വിഷയമാണ് ശബരിഗിരിയിലെ വെള്ളമോഷണം. അതായത് പമ്പ റിസർവോയറിൽ കൂടെ 22 കിലോമീറ്റർ വള്ളത്തിൽ പോയാൽ, ബോട്ടില്ല, വള്ളത്തിൽ പോയാൽ ഈ പുളിയങ്കുടി ഗ്രാമത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാൽ വെട്ടിയിരിക്കുന്ന കാണാം. അതിപ്പോഴും ഉണ്ട്. ആ കനാലിൽ കൂടെ വെള്ളം പോകുന്നതും അത് പുളിയങ്കുടി ഗ്രാമത്തിലെത്തുന്നുണ്ടെന്നും പുളിയങ്കുടി ഗ്രാമത്തിൽ ചെന്ന് ചുമ്മാ വർത്താനം പറഞ്ഞ് ചായക്കടയിൽ ചായം കുടിച്ച് തട്ടുകടയിൽ നിന്ന് അതും കുടിച്ച് അവിടെ ലോഹ്യപ്പെടാൻ ചെന്ന് അങ്ങനെ നിന്നപ്പോൾ ഒരു ഹോമിയോ ഡോക്ടറെ പരിചയപ്പെട്ടു. അങ്ങനെ പാലാക്കാരനാണ്. അപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷം. അവരെ പോയൊക്കെ മലയാളികൾ ചെന്ന് കാണുന്നു. അങ്ങനെ പറഞ്ഞു, ഞാൻ രഹസ്യം പറയാമെന്ന് ഇങ്ങനെ മാറ്റി നിർത്തിച്ച് പറഞ്ഞതാണിത്. അപ്പോൾ എന്നിട്ട് എന്നെ കൊണ്ട് കാണിച്ചു. അങ്ങനെ ഇപ്പോഴും ഉണ്ട്, മരിച്ചെന്നറിയാൻ പറ്റില്ല ഇടയിൽ. അപ്പോൾ പ്രായമുള്ള ആളാണ്. അന്ന് കാണുമ്പോൾ ഒരു 35 വയസ്സ്, ഇപ്പോൾ 55, 60 കഴിഞ്ഞാണ്, പോയി കാണും. അപ്പോൾ പുളിയങ്കുടി ഗ്രാമത്തിൽ കനാൽ വെട്ടി വെള്ളം കൊണ്ടുപോകുന്ന കാണിച്ചു. കനാൽ എങ്ങനെയാണെന്നറിയോ? പൊക്കത്തിൽ കിടക്കുന്ന റിസർവോയർ. ഇതാണ് പൊക്കത്തിലുള്ളത്, ഒരു ഡാം. ഇത്രയും പൊക്കത്തിൽ വെള്ളം ഉണ്ടായെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഇവിടെയോ എവിടെയെങ്കിലും ഒരു കനാൽ വെട്ടിയിട്ട് അങ്ങോട്ട് ചാടും.
അങ്ങനെയാണ് പുളിയംകുടി ഗ്രാമത്തിൽ വെള്ളം പോകുന്നത്. ഉദാഹരണം അത് മനസ്സിലാക്കാൻ നമ്മുടെ അറക്കുളത്തുനിന്നുണ്ട് മലങ്കരയിൽ നിന്ന് ഒരു വെള്ളം പൊക്കി ഇങ്ങോട്ട് തിരിച്ചു വിടുന്നിടത്തോ അല്ലെങ്കിൽ നമ്മുടെ കുപ്പി ഗ്ലാസ് ഉണ്ട്, എൻ്റെ വെള്ളം പറഞ്ഞതിന് പേരുണ്ട് ഇല്ലിയക്വ അല്ലേ, അതുണ്ടായത് അവിടെയല്ലേ ഗവൺമെന്റിന്റെ വെള്ളം. അപ്പോൾ അങ്ങനെ ഒരു കനാലിൽ കൂടെ വെള്ളം അവിടെ വരുന്നു. ആ വെള്ളത്തിൽ നിന്നും ടാങ്ക് വലിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഫാക്ടറി ദൂരെ ഇരിക്കുന്നു, നല്ല വൃത്തിയുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്, ഒരു കുഴപ്പമില്ല, നല്ല വെള്ളവും കിട്ടുന്നു. അങ്ങനെയാണ് അത്. ഈ പെരുമ്പാറ റിസർവോയറിൻ്റെ അകത്തുനിന്ന് ഒരു കനാല് വെട്ടി കൊണ്ടുപോകുന്നു. വെള്ളം താഴുമ്പോൾ ഒരു പ്രശ്നമില്ല, അറിയില്ല. വെള്ളം പൊങ്ങുമ്പോൾ വെള്ളം മുഴുവൻ അങ്ങോട്ട് പോകും, പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ളം പോകുന്നത് തേക്കടിയിൽ നമ്മുടെ രാമക്കൽമേടിന് തൊട്ടടുത്തൊരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്, അതിൻ്റെ പേര് പറഞ്ഞു ഒരുപാട് കാലമായില്ലേ. ആ വെള്ളച്ചാട്ടത്തിൽ കൂടെ വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകുന്നത് തമിഴ്നാട് കുറേശ്ശേ ഉള്ളൂ. പക്ഷേ കാലങ്ങളിലൂടെ അവരത് ഡാമാക്കി വലിയ ഭയങ്കര റിസർവ് വെള്ളച്ചാട്ടമാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചതാണ് അയ്യപ്പൻ കോവിലിൽ 100 അടി പൊക്കത്തിൽ ഡാം പണിയണം. അങ്ങനെ അയ്യപ്പൻ കോവിൽ ഡാം പണിതിട്ട് ഇന്നത്തെ ഇടുക്കി വേണ്ട എന്നവർ പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞ് ഒരു പദ്ധതി ഉണ്ടാക്കി ഇവിടെ ഡാം കെട്ടി ഈ വെള്ളം അങ്ങോട്ട് വരും. ആ ഡാമിലേക്ക് തേക്കടി വെള്ളം കണക്ട് ചെയ്യുക, തേക്കടി വെള്ളത്തെ പമ്പ ഡാമുമായിട്ട് കണക്ട് ചെയ്യുക. അങ്ങനത്തെ പദ്ധതിയും കൊണ്ട് തമിഴ്നാട് വന്നു. അപ്പോൾ നമ്മുടെ ഒരു രാജ്യസ്നേഹമുള്ള ഒരു ചീഫ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു, രംഗനാഥൻ എന്നാണ് പുള്ളിയുടെ പേര്. രംഗനാഥൻ ഇതെല്ലാം വായിച്ച് പുള്ളി തന്നെ ഒരു രാത്രി കൊണ്ട് പൂയാംകുട്ടി പദ്ധതിയും ഇടുക്കി പദ്ധതിയും ഉണ്ടാക്കി വെച്ചു ഇതിന് ബദലായിട്ട്. എന്നിട്ട് അന്നത്തെ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി അത് അംഗീകരിപ്പിച്ച് പണിതു. അതാണ് ഇടുക്കി. അപ്പം ഇതൊക്കെ ഇന്ന് പറഞ്ഞാൽ ശബരിഗിരി പദ്ധതിയിലെ ആ വെള്ളമോഷണമാണ് കണ്ടെത്തിയതിൻ്റെയാണ് ഏറ്റവും വലിയൊരു ഓർമ്മ അല്ലേ എപ്പോഴും ഉള്ളത്. അങ്ങനെ ഒരുപാട് തന്നെത്താൻ പോകുന്നത് തന്നെയല്ല. ഈ തേക്കടിയിലെ വെള്ളം ഇതുപോലെ പോകുന്നതും മോട്ടിക്ക് വന്നതും ആ മോട്ടിക്കിൻ്റെ വെള്ളത്തിന് പവർ ഹൗസ് ഉണ്ടാക്കിയതും താഴെ ഗൂഡല്ലൂരാണ് പവർ സ്റ്റേഷൻ. ഇതൊന്നും നമ്മുടെ അനുഭവമുള്ളതല്ല. എല്ലാം പണിത് കഴിഞ്ഞ് കാമരാജ് ഇവിടെ തമിഴ്നാട് ഭരിക്കുന്നു, നെഹ്റു കേന്ദ്രം ഭരിക്കുന്നു, ഇവിടെ വേറെ ആരാണ്ടുണ്ട്. ഇവർ രണ്ടും കൂടി കേന്ദ്രത്തിൻ്റെ കെയർ ഓഫിൽ ചർച്ച ചെയ്ത് അതും കോൺഗ്രസ് ഇതും കോൺഗ്രസ് തമിഴ്നാട്. അങ്ങനെ കാമരാജിനെ വിളിച്ച് കാമരാജിൻ്റെ റിക്വസ്റ്റ് ഒപ്പിട്ട് കൊടുത്തു നെഹ്റു. അങ്ങനെയാണ് പവർ ഉണ്ടാക്കിയത്. 140 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കുന്നത് നെഹ്റു സമ്മതിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഉണ്ടാകുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ചില കളികളൊക്കെ രാഷ്ട്രീയ കളിയാണ്, അത് പറഞ്ഞാൽ അതാണ്ട് കാരണമാണ്. അങ്ങനെ ഉണ്ടാക്കി ആ കറണ്ട് കൂടാതെ വലിയ പ്രശ്നം വന്നപ്പോഴും ഇതുപോലെ രാഷ്ട്രീയം അവരെ ഒപ്പിച്ചു, നടന്നില്ലെന്നേ ഉള്ളൂ. അന്നേരമാണ് ഇയാൾ ചെക്കിടാൻ പണിയപ്പം ടി.എൻ. ജേക്കബിനെ ഓടിച്ചത്. അതങ്ങനെ. പിന്നെ ശബരിഗിരി കൂടാതെ പറമ്പിക്കുളം കരാർ ഇതുവരെ പുതുക്കിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ ഷോളയാർ കേരള ഷോളയാർ അപ്പാർ ഷോളയാർ ആരോടും ചോദിക്കാതെ കേരളത്തിൽ നിന്ന് ഷോളയാറിൻ്റെ മുകളിൽ അപ്പർ ഡാം അപ്പർ ഷോളയാർ പണിതു. അത് തമിഴ്നാട് പണിതാണ്. തമിഴ്നാട് പണിത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോഴാണ് കേരള ഷോളയാർ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല? ഇതൊക്കെയാണ് വനത്തിൽ മുഴുവൻ തമിഴ്നാട്ടുകാരാണ്, എല്ലാ വനത്തിലും. കേരളത്തിലെ ആരെയും കയറ്റത്തില്ല, അറിയുകയില്ല. കണ്ടാൽ അഥവാ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോകത്തുള്ളതുകൊണ്ട് എന്നോട് പല ഫോറസ്റ്റുകാരും എൻ്റെ പെണ്ണ് സാറേ അങ്ങോട്ടേക്കും പോകരുത്, അപകടമൊന്നും. അവന്മാർ തീർക്കും അല്ലേ, അടിച്ച് നമ്മളെ തീർക്കും. അതിരപ്പള്ളി പദ്ധതി, അതിരപ്പള്ളി നമുക്ക് ഏറ്റവും വലിയ സമ്പന്നമായൊരു പദ്ധതിയാണ്. 180 മെഗാവാട്ട് വൈദ്യുതിയാണ്. ഒരു കാർഡും നഷ്ടപ്പെടുകയില്ല. അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, അതിനകത്തുണ്ട്. അങ്ങനെ ഇരിക്കെ അവരൊരു പദ്ധതിയും കൊണ്ട് വന്നു കേരളത്തിൽ എതിരായിട്ട്. അച്ചൻകോവിൽ നദിയിൽ അരമ്പറ്റ എന്ന ഡാം കോന്നി വനത്തിലാണ്. ആ സ്ഥലപ്പേരൊക്കെ ഓർത്തിരിക്കുന്ന വലിയ ഭാഗ്യമാണ്. 30 കൊല്ലം മുമ്പ് എഴുതിയതാണ്. അരമ്പറ്റയിലൊരു ഡാം പണിതിട്ട് ആ വെള്ളം വേറൊരു ടണൽ വെട്ടി ആ ഡാമിൽ വൈപ്പാർ ലിങ്ക് എന്ന് പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഹെഡിങ് ഇട്ടേക്കുന്നത്. അവിടെ അതിനകത്തോട്ട് കൊണ്ടുപോയി ചേർത്താൽ അത് ഒഴുക്കി അവർക്ക് കൊണ്ടുപോയാൽ അവർക്ക് 600 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കാം, 6 ലക്ഷം ഏക്കർ കൃഷി ചെയ്യാം. പക്ഷേ കുഴപ്പമില്ല, വെള്ളം ഇങ്ങോട്ട് വരികയില്ല, പിന്നെ ട്രെയിൽ വാട്ടർ പോകുന്ന അങ്ങോട്ട്. അതാണ് അതിൻ്റെ നഷ്ടം. ആ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ ട്രെയിൽ വാട്ടർ അവർ കൊണ്ടുപോയാൽ നമ്മുടെ നഷ്ടം, വനനഷ്ടം 2000 ഏക്കർ പ്ലസ് 140 മെഗാവാട്ട് വൈദ്യുതി അത് നഷ്ടം, പ്ലസ് നമ്മുടെ മറ്റു സാഹചര്യങ്ങളെല്ലാം നഷ്ടപ്പെടും. അതേസമയം നമ്മൾ അതിരപ്പള്ളി പണിയുന്നതിനെതിരെ എന്താണ് ആരെതിർത്തു? തമിഴ്നാട് തീർത്തു. ഇപ്പോഴും എതിരാണ്. അതിരപ്പള്ളി പണിതാൽ നമുക്ക് കിട്ടുന്ന നേട്ടം 108 ഏക്കർ സ്ഥലം കൃഷി അല്ല വനം പോയാൽ മതി. ആ വനം താഴെ വെള്ളത്തിൻ്റെ ലെവലില്ല, വലിയ വനം പോകുന്നു. 2, നമുക്ക് 12 ലക്ഷം ഏക്കർ സ്ഥലം കൃഷി ചെയ്യാം. 3, നമുക്ക് 180 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കാം. അതിരപ്പള്ളി ഉണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും അതിരപ്പള്ളിക്ക് ഇപ്പോഴും എതിർപ്പാണ്. എന്താ എതിർപ്പ്? ആരും പറയുന്നില്ല. അതാണ് എൻ്റെ കാര്യം. എന്തിനാ അവർ എതിർക്കുന്നത്? അതുകൊണ്ട് തമിഴ്നാട്ടിന് എന്താണ് കുഴപ്പം?
അതാ ഞാൻ പറഞ്ഞു, അത് പറയാൻ ആരുമില്ല. തമിഴ്നാട് കൊണ്ടുപോകുന്നതിനെ പറ്റിയോ തമിഴ്നാട് ഇങ്ങനെ കൊണ്ടുപോയി കാശ് കണ്ടു പറ്റുന്നുണ്ടോ, വാടക തരുന്നുണ്ടോ, ഒന്നുമില്ല. അങ്ങനെ ഒന്നും തരാതെ ഇവർ കൊണ്ടുപോകുന്നതിനെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ചെയ്യാൻ അനുവദിക്കത്തുമില്ല. എന്നിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാരും അതിൽ മന്ത്രിസഭയൊക്കെ ഉണ്ടായിരിക്കുക. അങ്ങനെ ഞാൻ പറയുന്നത് മുല്ലപ്പെരിയാർ വിഷയമല്ല, എല്ലാ വിഷയവും വെള്ളത്തിലാണ്. വെള്ളത്തിൻ്റെ പ്രശ്നം തീർക്കാൻ ചർച്ച ചെയ്യാതെ അല്ലാതെ ഇതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാകില്ല. ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വരുന്ന പുസ്തകത്തിലുണ്ടോ? ഒരുപാട് കാര്യം ഉണ്ടോ? രഹസ്യങ്ങൾ ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്താൽ തീരില്ല. കാരണം ഞാൻ ഇപ്പം നിങ്ങൾ വന്നതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് പറയാൻ ഈ പുസ്തകം എടുത്തുകൊണ്ട് വന്ന അതിനാ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള വിഷയങ്ങളൊന്നുകൊണ്ട് ഓർത്തിച്ച് പറയാമെങ്കിൽ ഇനി ഒരു ദിവസം മുഴുവൻ പറയാനുണ്ട്. അതല്ലേ ഇനി പുതിയ പുസ്തകം വരുന്നുണ്ടെന്ന്? അത് എഴുതി തീർന്നില്ല എങ്കിലും അതിൻ്റെ ആശങ്ക ഇതാണ്, എവിടെ പ്രസിദ്ധീകരിക്കും. അതിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല, ഉറപ്പല്ല. അത് ഉറപ്പല്ലേ, അതിൻ്റെ പുസ്തകമില്ല. നല്ലൊരു പബ്ലിഷർ വന്നു കഴിഞ്ഞാൽ അല്ല, ഇനി വരട്ടെ. വേറെ കാര്യം കൂടെ പറയാത്ത കാര്യം, ഇടുക്കിക്കൊരു 2ാം പ്രോജക്റ്റ് വരുന്നുണ്ട്. മൂലമറ്റത്ത് തന്നെ വീണ്ടും ഒരു പവർ ഹൗസ് പണിയുക, എന്നിട്ട് വീണ്ടും 780 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കുക. കേട്ടവർക്കൊക്കെ വലിയ അത്ഭുതമായിട്ട് തോന്നി. ഇടുക്കിയിൽ അങ്ങനെയുണ്ടോ, വെള്ളമുണ്ടോ? ഇല്ല, അതാരും പറയുന്നില്ല, വെള്ളമില്ല. പിന്നെ ഇത് പണിതിട്ട് അവിടെ ഇപ്പോൾ ഉള്ള മൂലമറ്റത്തെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കണം. പവർ ഹൗസ് പണിയാണെങ്കിൽ അത് വേണ്ടേ. അറക്കുളം ബസ് സ്റ്റാൻഡ് അവിടെ മുതൽ, അല്ല അറക്കുളമല്ല, മൂലമറ്റം ബസ് സ്റ്റാൻഡ് അവിടെ മുതൽ അങ്ങോട്ട് അത്രയും പേരെ ഒഴിപ്പിക്കണം. അത് ഒഴിപ്പിച്ച് അവിടെ ഒരു പവർ ഹൗസ് വേണം. അതിൻ്റെ വെള്ളം കൊണ്ടുവരുന്നതിന് ടണൽ വേണം, ഇംഗ്ലണ്ട് ടണലാണ്, അങ്ങനെ വേണം. അറക്കുളത്ത് കുളമായി ഇങ്ങോട്ട് ചരിച്ചു വെട്ടിയ ടണലാണ് ഇപ്പോൾ ഇടുക്കിയുടെ വെള്ളം കൊണ്ടുപോകുന്നത്. അങ്ങനെ വീണ്ടും ഒരു ടണൽ വെട്ടണം. ഇടുക്കി നമുക്ക് വാസ്തവത്തിൽ നഷ്ടമാണ്. ആരും പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. നഷ്ടമെന്ന് വെച്ചാൽ ഭൂലോക നഷ്ടമാണ്. അപ്പോൾ സാറിന് നല്ലൊരു പബ്ലിഷർ വന്നു കഴിഞ്ഞാൽ ഈ ബുക്ക് ഉടനെ പ്രസിദ്ധീകരിക്കാൻ കഴിയുമോ? കഴിയും. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയാനുണ്ട്, ഇനിയും കിടക്കുന്നുണ്ട്. തന്നെ ഇനി വേറൊന്നുണ്ട്. ഇവിടെ എല്ലാവരും പരിസ്ഥിതിവാദികളാണല്ലോ. ഇന്നലെ ഉണ്ടായ സംഭവം, വാഗമണ്ണിൽ 900 ഏക്കർ ഒരു റിസോർട്ട് പണിത് കംപ്ലീറ്റ് ഉദ്ഘാടനമായി. അതിന് ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി ചെന്ന് വിളിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത്, അറിയുന്നത് ഇവിടെ ഇത്ര പേര് പോയി, ഇത്ര 900 ഏക്കർ പോയെന്ന്. ആ 900 ഏക്കർ കയ്യേറി അവിടെ റിസോർട്ട് പണിത് പാലാക്കര അവർക്ക് എന്തൊക്കെ സൗകര്യം വേണമെന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് മുഖ്യമന്ത്രി. അപ്പോൾ കയ്യേറ്റം അനുവദിക്കുന്നു, പട്ടയം കൊടുക്കുന്നു, വനം നശിപ്പിക്കുന്നു, ആദിവാസികളെ ഓടിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു. ഇതെല്ലാം ഒരു മറുവശത്ത് നടക്കുന്നതാണ്. ഇപ്പോൾ ചിന്നക്കനാൽ വിഷയം, ഇന്ന് വാർത്തയുണ്ട്. ചിന്നക്കനാൽ വിഷയം, ചിന്നക്കനാലിൽ 285 കുടുംബങ്ങളെ കുടിയിരുത്താൻ വേണ്ടി 800 ഏക്കർ സ്ഥലം ഗവൺമെൻറ് അനുവദിച്ചിട്ട് 11 കൊല്ലമായി. ഇടത് വർഷത്തിൻ്റെയും മുമ്പിൽ അനുവദിച്ചതാണ്. ആ സ്ഥലത്ത് 135 ഏക്കറിൽ താമസക്കാർ തുടങ്ങി താമസമുണ്ട്. അവരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും വീണ്ടും ഒഴിപ്പിക്കാനായിട്ട് വീണ്ടും നോട്ടീസാണ്. അപ്പോൾ ഗവൺമെൻറ് കൊടുത്ത സ്ഥലത്ത് കൊണ്ടിരുത്തിയവരെ വീണ്ടും ഒഴിപ്പിക്കുകയാണ്. എന്തിനാണ് ഒഴിപ്പിക്കുന്നത്? അങ്ങനെ പട്ടയം കൊടുത്ത് പോവുകയാണ്. പട്ടയം കൊടുത്ത് വനവും പോകണു, പരിസ്ഥിതിയും പോകണു, എല്ലാം പോകണു. അത്ര ആ വിഷയം തന്നെ വേറെ ഒരുപാട് പറയാനുണ്ട്. അപ്പം അതൊരു പുതിയ ബുക്കിൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവട്ടെ, ഒരുപാട് സെയിൽ ഉണ്ടാവും. ശബരിഗിരി പ്രോജക്റ്റിൽ മാത്രമേ ഉള്ളൂ വനം കൈയേറ്റം ഇല്ലാതെ ഒരു പദ്ധതി ഉണ്ടായത് കേരളത്തിൽ. ഇപ്പോൾ മുഖ്യമന്ത്രി വിജയ് കേരളത്തോട് വലിയ ചതിയാണോ ഇപ്പോൾ കാണിക്കുന്നത്? അല്ല, കേരളത്തിലോട് ചതിയേ ഉള്ളൂ തമിഴ്നാട് ചെയ്യുന്നത്. അത് ചോദിക്കാൻ ഇവിടെ ഒരു നട്ടലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടേ? അതില്ല. എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അത് 2 ദിവസം പത്രവാർത്ത വന്നാൽ അത് തീർന്നു, പിന്നില്ല, ആരും ഉണ്ടത്തില്ല. ഇപ്പോൾ ഈ വിഷയം, ഈ വിദഗ്ധ സമിതി അംഗത്തെ ഒഴിവാക്കിയത് നമ്മളിന്ന് പത്രത്തിൽ വന്നിട്ടില്ല അറിഞ്ഞത്. ഞാൻ എപ്പോഴും പെട്ടുകൊണ്ടിരിക്കുന്നത്, അവർ അറിഞ്ഞില്ല. അപ്പം അതിനെതിരെ ഇനി അപ്പീൽ പോകാൻ പറ്റുമോ? അപ്പീൽ പോകാൻ പറ്റുമോ? അപ്പീൽ പോയിട്ട് ആര് പോകും? ആർക്ക് ചെയ്തം? ഇതിൽ ആർക്ക് ചെയ്തം? ഇപ്പോൾ എൻ്റെ കാശുകളിൽ ഞാൻ സുപ്രീം കോടതി പോകും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കുഴപ്പമാണ്. അതിനൊക്കെ ഒരു സമിതിയുണ്ട്, അവർ ചെയ്യുന്നില്ല. അതുപോലെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആണെന്ന് പറഞ്ഞ് നമുക്ക് ഉണ്ടാകുന്ന തർക്കങ്ങളുള്ളതുകൊണ്ട് പരിഹരിക്കാനാണ് വിൽസൺ ജോൺ ഞാൻ പറഞ്ഞില്ലേ, വിൽസൺ ജോൺ എൻ്റെ ചീഫ് ജനറലായിരുന്നു. പുള്ളി അതിന് നിയമിച്ചിരിക്കുകയാണ്. ആ പുള്ളി ഇപ്പോൾ അത് ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട്, കാരണം പേടിപ്പിച്ച്. സാറേ, ഈ 999 കരാറേ എങ്ങനെ പുതുക്കി കൊടുക്കാൻ കഴിയും? ഏത് കരാറ്? 999 കരാറ്. ആർക്ക്? 1970 അത് പുതുക്കി കൊടുത്തല്ലോ അച്യുതമേനോൻ അതെ, അച്യുതമേനോൻ ഒപ്പിട്ടാണല്ലോ MLA MP കൊടുത്തത്. അതെ, അപ്പോൾ അത് MP ചോദിച്ചു കൊടുത്തു. അങ്ങനെ ഒപ്പിട്ട് കൊടുത്തു. ആ കരാർ ഇനി പുതുക്കണമെങ്കിൽ ഒന്ന് അച്യുതമേനോൻ ഒപ്പിട്ട് തെറ്റാണെന്നും ചീത്തയാണെന്നും വിളിച്ചു പറയാൻ ഒരാൾ വേണ്ടേ? അത് അവർ സമ്മതിക്കുമോ? രാഷ്ട്രീയക്കാർ ഇല്ല.
ഇപ്പോൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി ഇത്രയും വലിയ കടം 5 ലക്ഷം കോടി കടമാണ് കേരളം. അത് വിളിച്ചു പറയുന്നതിന് സതീശനെതിരെ എന്ത് തെറിയാ വിളിച്ചു പറയുന്നു? ഇതാണ് രാഷ്ട്രീയം. ഈ കടം ഒഴിവാക്കാൻ പണ്ടേ മാർഗമുണ്ട് പറഞ്ഞിട്ടുണ്ട് പലരും, വിദഗ്ധന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്, ചെയ്യല. അതുപോലെ സത്യം വേറെണ്ണം, നമ്മുടെ ശ്രീധരൻ ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതിനും മറ്റേതിനൊക്കെ മിടുക്കനാണല്ലോ. കൊച്ചിയിലെ ഡൽഹി മെട്രോ ക്യാപിറ്റലായിരുന്നു. ആ പുള്ളിയാണ് ഈ അതിവേഗ റെയിലും മറ്റേ റെയിലും ഒക്കെ ഉണ്ടാക്കി പ്ലാൻ ഉണ്ടാക്കി കൊടുത്തത്. അത് ഇഷ്ടപ്പെട്ടില്ല, LDFന് ഇഷ്ടപ്പെടാതുകൊണ്ട് NDF ഒന്നും ചെയ്തില്ല. ഇപ്പോൾ നേരെ കൊണ്ടുവന്നിരിക്കുന്ന സതീശൻ കണ്ടു. ഉടനെ സതീശൻ സംശയം തീർക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി പഠിച്ചു വരുമ്പോഴത്തേക്ക് ഒരു കൊല്ലം കഴിയുമല്ലോ. മുല്ലപ്പെരിയാർ ഡാം ഗ്രാവിറ്റി ഡാമാണോ? അതെ, ഗ്രാവിറ്റി ഡാം. അപ്പം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമാണോ? അതെ, അതിൻ്റെ വേറൊരു പ്രശ്നമുണ്ട്. ഒരു ഡാം ഇങ്ങനെ നിൽക്കണേ, ഇങ്ങോട്ട് ചെരിവ്, അതായത് ഇവിടെ വെള്ളം കിടക്കുന്നത്, ഇവിടെ വെള്ളമില്ല, അപ്പോൾ ഡൗൺ സ്ട്രീം ഇങ്ങനെ നിൽക്കുന്ന ഡാമിന് അണ്ടർ വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് എഞ്ചിനീയറിംഗ്. അതായത് അത് നമ്മൾ ചിലർക്കെങ്കിലും വീട് പണിയുമ്പോഴൊക്കെ തോന്നും. വീട് പണിയുമ്പോൾ ഇപ്പോൾ ആനമാന്തി ഫൗണ്ടേഷൻ ഇടാൻ നേരത്ത് നമ്മൾ വിചാരിക്കാത്തടുത്ത് ഉറവാണ്, വെള്ളം അടിവെള്ളം ഉണ്ടെന്നർത്ഥം. ആ വെള്ളം ഒഴുകുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാം. അങ്ങനെയാണ് അത് പരിഹരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നിരവധി ഒഴുക്കുകളുണ്ട്. ഇതിലേതെങ്കിലും അണ്ടർ വാട്ടർ പ്രഷർ കൂടിയിട്ട് ഒറ്റ തള്ളിയാൽ ഡാം എടുത്ത് മറിച്ചിടും. അതൊന്നും ഞാൻ എഴുതിയിട്ടില്ല, ഇനി എഴുതാനുള്ളതിനകത്തുള്ളതാണ്. ഡാം എടുത്ത് മറിച്ചിടും. അപ്പോൾ ഈ ഡാം ഇങ്ങനെ കിടക്കും. അപ്പോൾ വരുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തി 120 കിലോമീറ്റർ വേഗത 1 മണിക്കൂർ. അതായത് അവിടുന്ന് വെള്ളം ഇടുക്കി ഡാമിലെത്താൻ 30 മിനിറ്റ് വന്നു. 30 മിനിറ്റ് വരുന്നത് തന്നെയല്ല, അത് 60 മീറ്റർ വീതിയിൽ 60 മീറ്റർ പൊക്കത്തിലാണ് വെള്ളം വരുന്നത്. പൊട്ടിയ ഡാമിൻ്റെ വെള്ളം ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ച് കഴിഞ്ഞാൽ വരികയല്ല. അപ്പോൾ ഇത്രയും പൊക്കത്തിൽ ഇത്രയും വീതിയിൽ ഒഴുകി വരികയാണ്. അത് ആ സൈഡിൽ അല്ലെങ്കിൽ അകത്ത് ഇരിക്കുന്ന കുന്നും മലകളും എല്ലാം ഇടിച്ച് പൊറുക്കി കൽക്കെട്ടുമൊക്കെ തള്ളി കല്ലും മലയും മരവും ആയിട്ട് ചേർന്നാണ് വരുന്നത്. അത് അയ്യപ്പൻ കോവിലിൻ്റെ ഇപ്പുറം വരുമ്പോഴത്തേക്ക് കുറേയൊക്കെ അവിടെ തങ്ങും. ബാക്കി വെള്ളവും കുറച്ച് മണ്ണും കല്ലും എല്ലാം കൂടി, ചെറിയ കല്ലും എല്ലാം ചേർത്ത് ഇടുക്കി ചെറുപണി വരും. ചെറുപണി വരുമ്പോഴും പൊക്കം കുറവില്ല, അപ്പോഴും 18 അടി പൊക്കം കാണും. 18 അടി പൊക്കം ഉണ്ടെന്ന് ഇടുക്കിയിൽ ഒരുമാതിരി നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ ഓവർഫ്ലോയിലെ തടിയമ്പാട് സിറ്റി കാണിയല, ചെറുതോണി സിറ്റി കാണിയല, കഞ്ഞിക്കുഴി കാണിയല, അതിൻ്റെ താഴെ ലോവർ പെരിയാർ കാണിയല, നേര്യമംഗലം കാണിയല, നേര്യമംഗലത്തിൻ്റെ താഴെ ലോവർ പെരിയാർ കാണിയല, ലോവർ പെരിയാറിൻ്റെ താഴെ പൂവത്താങ്കെട്ട്. എത്ര ഡാം പോകും? ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇവിടുത്തെ MLA ഒക്കെ എന്ത് ചെയ്യാണ്? അതേ പറഞ്ഞാൽ മനസ്സിലാകില്ല. തന്നെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏക കാഴ്ച ദുരന്തം. ദേശം പാലത്തിൻ്റെയും മാർത്താണ്ഡമ പാലത്തിൻ്റെയും മുകളിൽ 12 അടി വെള്ളത്തിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഇങ്ങനെ ഒഴുകി വലിച്ചു കിടക്കുന്ന കാണാം. ദൈവമേ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മളെ കാക്കും. പ്രതീക്ഷിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആളുകൾ ഇതെങ്കിലും കണ്ട് മനസ്സിലാക്കട്ടെ. ഒരുപാട് ഇനിയും ബാക്കി കിടക്കുന്നു. രണ്ടാമതൊരു വലിയ സംഭവം ഉണ്ടായത്, ഒരിക്കൽ ഈ ഡാമിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടി മധുര സർക്കിൾ ഓഫീസിൽ പോയി. മധുര സർക്കിൾ സൂപ്പർ എഞ്ചിനീയർ ഓഫീസ്, പീഡബ്ല്യൂഡി തമിഴ്നാട്. അപ്പോൾ അന്ന് ഞാൻ ഡ്യൂട്ടിയിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നടക്കുന്നതുകൊണ്ട് എന്നെ അവർക്കറിയാം. ഇതെന്ന് ചെന്നപാട് നല്ല സ്വീകരണമൊക്കെ കിട്ടി. അവർ ചോദിച്ച് റെക്കോർഡെല്ലാം തന്നു. അതിൻ്റെ കോപ്പി എടുത്തു. പോരാൻ നേരത്ത് എനിക്ക് തോന്നി മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ തൊട്ട് കിഴക്ക് ഇങ്ങനെ ഇവിടെയാണ് മംഗളാദേവിയുടെ കിഴക്കോട്ട് ഇവിടെ 6 ഡാം, പടിഞ്ഞാട്ട് മുല്ലപ്പെരിയാർ, ഇങ്ങനെയാണ്. ഇങ്ങോട്ട് കിടക്കുന്ന 6 ഡാമാണ് മണലാർ, കുള്ളാർ, മീനാർ, ഇറവങ്കലാർ, പിന്നെ ഒരെണ്ണം കൂടെ 6 ഉണ്ട്. ഈ 6 ഡാമിൻ്റെ പടിപടിയായിട്ട് ഓരോന്ന് സ്റ്റെപ്പ് കയറുന്ന പോലെ കയറി ഇറങ്ങി പോവാം. 6 ഡാമിലെ വെള്ളം ഒന്നിച്ച് വരുന്നത് തേക്കടിയിലെ വെള്ളമാണ്.
ആ തേക്കടിയിലെ വെള്ളം കൊണ്ടാണ് ചിന്നമണ്ണൂർ പവർ സ്റ്റേഷൻ പവർ സ്റ്റേഷൻ ഉൽപ്പാദനം കഴിഞ്ഞ് ആ വെള്ളമാണ് വൈഗാ ഡാമിൽ. അപ്പോൾ തേക്കടിയിലെ വെള്ളം എവിടെ പോകും? ഇതൊന്നും ആരും അറിയുന്നില്ലെന്ന്. അതുപോലെ വനത്തിനകത്ത് കുമളി ടൗണിൻ്റെ കുറേ കൂടെ അങ്ങോട്ട് മുന്നോട്ട് നടന്നാൽ വലത്തോട്ട് കയറിയിട്ട് വനത്തിനകത്തേക്ക് പോവാം. വനത്തിനകത്ത് കയറി ചെല്ലുമ്പോൾ ഏറ്റവും മുകളിൽ ചെല്ലുമ്പം കന്നിമാറ ഡാം, ഒരു ഡാമിൻ്റെ പേര്. രണ്ടാമത് വേറെ ഡാം, അങ്ങനെ രണ്ട് ഡാം വനത്തിനകത്ത്. അത് മുല്ലപ്പെരിയാറിലെ വെള്ളം ശേഖരിച്ച് വർത്തിരിക്കുക. വേനൽക്കാലത്ത് അത് തുറന്നു വിട്ട് അതിനകത്തൂടെ അപ്പുറവും പോകും. അങ്ങനെ അവർക്ക് എവിടെ വെള്ളം ശേഖരിക്കാൻ പറ്റുമോ അവിടെ എല്ലാം ശേഖരിക്കുന്നുണ്ട്. എന്ത് ചെയ്യാം, ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മുല്ലപ്പെരിയാറിൻ്റെ ബേബി ഡാം, ബേബി ഡാം ബലക്ഷ്യം, പിന്നെ അതേ ബലക്ഷമേ ഉള്ളൂ. അതിന് പ്രത്യേക ഒരു കാരണം, അതിൻ്റെ ചുവട്ടിൽ 18 മരം വളർന്നത് കൊണ്ട്. ഈ മരം വെട്ടണം എന്ന് പറഞ്ഞ് 10-12 കൊല്ലമായിട്ട് തമിഴ്നാട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ അത് കൊടുത്ത് അവസാനം അവർ സമ്മതിപ്പിച്ചു. അതിൽ 12 എണ്ണം വെട്ടാൻ പറഞ്ഞ് വെട്ടി. ഇപ്പോൾ വെട്ടി. ഈ 12 എണ്ണം വെട്ടി കഴിയുമ്പോൾ മരത്തിൻ്റെ വേരിൻ്റെ ബലത്തിലാണ് പല കെട്ടിടങ്ങൾ, പല കൽക്കെട്ടിൻ്റെയും ഒക്കെ നിപ്പ് അറിയാമല്ലോ. അതുപോലെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ വെള്ളം പെട്ടെന്ന് കയറും, പൊളിയാണ്. ബാക്കി മരം കൂടെ വെട്ടണം പറഞ്ഞ് ചെയ്യാണ്ട് അത് വെട്ടും. സുപ്രീം കോടതിയുടെ അനുവാദം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ മരം വെട്ടിയാൽ സംഭവിക്കുന്നത് എന്താണെന്ന് പോലും ഇവിടെ ആർക്കും അറിഞ്ഞൂടാ. മരം ഒരു ബലവാൻ. നമ്മൾ ചില മരങ്ങളൊക്കെ നിൽക്കുന്നതാണ് തോട്ടത്തിലും കൽക്കെട്ടിലൊക്കെ നിൽക്കുമ്പോൾ ആ മരത്തിൻ്റെ വേരിനാണ് നിൽക്കുന്നത്, നല്ല സ്ട്രോങ് ആയിരിക്കും. അതാണ് വനം വെട്ടരുതെന്ന് പറയുന്നത്. വനത്തിൻ്റെയും കാര്യം അത് തന്നെയാണ്. അപ്പോൾ ഇതാണ് സംഭവം. ബേബി ഡാം ഏത് സമയം ബേബി ഡാം പോവാം. തന്നെയല്ല, വെള്ളം പൊങ്ങുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 13 ഷട്ടറേ ഉള്ളൂ മുല്ലപ്പെരിയാർ ഡാമിന്. 13 ഷട്ടറിനകത്തൂടെ ഒരു ഷട്ടറിൽ കൂടെ പോകുന്ന 1 ലക്ഷം ക്യൂബിക് അടി വെള്ളമാണ്. അപ്പോൾ 13 ലക്ഷം ക്യൂബിക് അടി വെള്ളമേ പോകത്തുള്ളൂ. അതേസമയം വരുന്നത് 30 ലക്ഷം ക്യൂബിക് അടിയാണ്. ഒഴുകാനിടയില്ല, പൊട്ടും. ഭയങ്കര വെള്ളപ്പൊക്കത്തിൽ വരുന്നത്. മഴ നല്ലൊരു പെയ്താൽ അത്രയും വെള്ളം വരും. സാറേ, അന്നത്തെ ആ ഹള്ളിൻ്റെ ഫോട്ടോ കിട്ടുമെങ്കിൽ ഇനി വിഷമം പറയാം. 12,000 പുസ്തകം കയ്യിലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ കെട്ടിനകത്താണ് ഇരിക്കുന്നത്. അത് ആ കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്കാണ്. മറ്റേ ആദ്യത്തെ വീടാണ്. ഇത് പണിതപ്പോൾ ഇങ്ങോട്ട് മാറി. അതെല്ലാം എടുത്ത് താഴെ ഇറക്കിയിട്ട് വിടുത്തി നോക്കണം എവിടേക്ക് ഇരിക്കുന്നതെന്ന്. അതിനകത്താണ് ഈ ഫോട്ടോ. അതിൽ ഫോട്ടോ ആണെങ്കിലും പേപ്പറിലാക്കി കോപ്പി എടുത്തിട്ടുണ്ട്. അതാ ഫയലിലിരിക്കുന്നത്. അത് ഏത് ഫയലിലാണെന്ന് ഓർക്കുന്നില്ല. എടുക്കാൻ പറ്റി പാട്. സാറ് ഈ നാടകത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നല്ലോ, അത് ഈ ജോലിയുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു നാടകം? എന്നും 5 മണി കഴിഞ്ഞാൽ പണിയില്ലല്ലോ. 5 മണി 6 മണി വരെ ഡാമിലൊക്കെ കാണും. അത് കഴിഞ്ഞാൽ രാത്രി 10-10:30 വരെ കൂട്ടുകൂടുക, കളിക്കുക, നാടകം പഠിക്കുക, അതൊക്കെയാണ് പണി. ഇപ്പോൾ വിശേഷ ദിവസങ്ങളിലെല്ലാം അത് അവതരിപ്പിക്കുക. അങ്ങനെ നല്ല സഹകരണമായിരുന്നു ഓഫീസേഴ്സ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുകളിലുള്ളവരെല്ലാം ഇത് കാണാൻ റിഹേഴ്സൽ കാണാൻ വരും, അഭിപ്രായം പറയും. എന്നിട്ട് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അവതരിപ്പിക്കുന്ന ദിവസം അവരെല്ലാം ഫാമിലി സഹിതം വന്നു നിറയും. ഭയങ്കര ഓഡിറ്റോറിയം നിറച്ചാളാണ്. അങ്ങനെ സംവിധാനമൊക്കെ ആരായിരുന്നു? അത് വേറെ ആളെ കൊണ്ടുവരും. കാലടി ഗോപി, KT മുഹമ്മദ്, വൈക്കം ചന്ദ്രശേഖരനാർ, ആലുവ KS നമ്പൂരി എന്ന് പറഞ്ഞൊരു അധ്യാപകനുണ്ടായിരുന്നു. പുള്ളി 6 നാടകം എഴുതി 6 സംസ്ഥാന സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയാണ് ആ പുള്ളി. പിന്നെ പ്രതിഭയുടെ വൈക്കം നാടക പ്രതിഭയല്ല, അതെ. അതുകൂടാതെ കോഴിക്കോട് ചേമഞ്ചേരി നാരായണൻ നായർ, വലിയ പേര് കേട്ട ആളുകളാണ് അവർ. ഇതൊക്കെ മിടുക്കരായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പേരെ കൊണ്ടുവന്ന് എല്ലാ നാടക ക്യാമ്പിലും ഓരോരുത്തർ വിളിക്കും, ആരെങ്കിലും വരും. അങ്ങനെ. അപ്പോൾ അന്ന് നാടകത്തിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ആക്കിയത്? അങ്ങനെ കൊടിയേറ്റം ഗോപി എൻ്റെ ക്ലാസ് അല്ല, എൻ്റെ ഓഫീസിൽ ജോലിയായിരുന്നു. കൊടിയേറ്റം ഗോപിയുടെ അതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് പത്രക്കാരെഴുതിയത്, പിന്നെ ശരീര സൗന്ദര്യം കൊണ്ട് നാടകമോ സിനിമയോ വെല്ലാതെ ഒറിജിനൽ ഷേപ്പ് കൊണ്ട് വെന്ന ഗോപി എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. എന്ന് വെച്ചാൽ ശരീര സൗന്ദര്യം ഇല്ലല്ലോ ഗോപിക്ക്. അപ്പോൾ ഒരു കഷണ്ടിയും ഒരു നെലിഞ്ഞ ശരീരമാണ്. അത് കാണിച്ച് പുള്ളി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ഭയങ്കര അഭിനയമാണ്. അത് അടൂർ ഗോപാലകൃഷ്ണനോട് ചോദിച്ചപ്പോൾ അതും പുള്ളി പറഞ്ഞു, ഗോപാലകൃഷ്ണൻ്റേതാണല്ലോ എന്ന് അഭിനയിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടോ? അവാർഡ് കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന അവാർഡ്, ജില്ലാ അവാർഡ്, പിന്നെ ഞങ്ങളുടെ ചെയർമാൻ, ഞങ്ങൾക്കൊരു നാടക സമിതി ഉണ്ടായിരുന്നു, ആ സമിതിയുടെ അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സാറിങ്ങനെ വിവാദമായ കാര്യങ്ങളൊക്കെ എഴുതിയപ്പോഴേ പേടിയുണ്ടായിരുന്നോ? പേടിയേ ഇല്ല, അങ്ങനൊരു കാര്യമില്ല.
എന്ന് പറഞ്ഞാൽ എന്നും ഒരു കാര്യവും പേടിക്കാതാണ് ജീവിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശം താമസിച്ചപ്പോൾ അവിടെയുള്ള ഒരു മുഴുവൻ ഞങ്ങളുടെ ആൾക്കാരാണ്, ബന്ധുക്കളാണ് എന്ന് പറയാം. ഗ്രാമപ്രദേശങ്ങളിൽ താമസിച്ചു ഇവിടെ വന്നപ്പോഴും അത് തന്നെ, ഗ്രാമപ്രദേശമാണ്. പല ജാതിക്കാർ കാണും, മതക്കാർ കാണും, ഒക്കെ ആണേലും വലിയ അന്ന് ആള് വിവാദമാണ്, ആവശ്യമുള്ളോ ഇല്ലാത്തോ എല്ലാം